ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് സഫീന. അപ്പോൾ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ കേട്ടറ്റിന്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ എന്തിനാ കാത്തിരിക്കുന്നത്? നമ്മുടെ ആൻസർ കീക്കാണ് അല്ലേ? അപ്പോ എല്ലാവരും പറയുന്നത് പ്രയാസമേറിയ പരീക്ഷയായിരുന്നു എന്നൊക്കെയാണ്. നമുക്കപ്പോ ഇന്ന് ക്വസ്റ്റ്യൻസും നോക്കാം. അതിന്റെ ഏത് ഭാഗത്ത് നിന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്, എന്താണ് ഇത്ര പ്രയാസം തോന്നാൻ കാരണം എന്നൊക്കെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നമുക്ക് നോക്കിയാലോ? അപ്പോ നമുക്ക് തുടങ്ങാം. ഇത് കോഡ് എയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. കേട്ടറ്റ് കാറ്റഗറി 3യുടെ കോഡ് എ ആണ് കോഡ്, അതിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിട്ടുള്ളത് പാരഗ്രാഫ് ആണ് അല്ലെ. കോംപ്രഹെൻഷൻ കൊടുത്തിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പോൾ മിക്കവരും പറഞ്ഞു കേട്ടു വേറെ ഒന്നും അറിയില്ലെങ്കിലും ഈ പാരഗ്രാഫിൽ നിന്ന് ആൻസേഴ്സ് നോക്കാമെന്ന് ഓർത്തപ്പോൾ പാരഗ്രാഫും ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോ നമുക്ക് നോക്കിയാലോ? കുല്ലു ഇൻസാനിൻ ഫി ഹാദിഹിൽ ഹയാത്ത് ഖാദിറുൻ അലാ അൻ യസ്നഉ ഹയാതുഹു ഫഖീറ ഔ ഗനിയ സഈദ ഔ ശഖിയത്തുൻ ബാസിമ ഔ ആബിസ. എന്താണ് എല്ലാ മനുഷ്യർക്കും എന്തിനെ പറ്റിയാണ് പറയുന്നത്? എല്ലാ മനുഷ്യർക്കും അവരവരുടെ ജീവിതം നല്ലതാക്കാൻ, സന്തോഷപൂർണമാക്കാനും അല്ലെങ്കിൽ വിഷമകരമാക്കാനും ഏത് രീതിയിൽ ആക്കാനും ഓരോ മനുഷ്യനും എന്താണ് കഴിവുണ്ട്. അവലു നസീഹത്തിൻ ലക്ക, ആദ്യമായിട്ടൊരു ഉപദേശമാണ്. അല്ലാ തൈഅസ്, എന്നാണ് നിരാശപ്പെടരുത്. മുസ്തഖ്ബലിക, നിങ്ങളുടെ ഫ്യൂച്ചറിൽ നല്ലത് വരും എന്ന വിശ്വാസത്തിൽ നിൽക്കുക. ലാ തഖുൽ ഇന്നക ലസ്തു നാബിയ, പിന്നെയോ ഞാനൊരു ജീനിയസ് അല്ല അല്ലെങ്കിൽ എനിക്കൊരു കഴിവില്ല എന്ന് നിങ്ങൾ പറയരുത്. വലാ തഖുൽ ഇന്നൽ ളുറൂഫ ലിദ്ദക, എന്നാണ് സാഹചര്യമൊക്കെ എനിക്കെതിരാണ് എന്നും പറയരുത്. ഫല ഇൽമു ലാ യഹ്താജു ഇല നവാബിയ വഹ്ദഹും, ഫല ഇൽമു അല അലാലമു, ലോകത്തിന് എന്താണ് ജീനിയസുകളെ മാത്രം അല്ലെങ്കിൽ കഴിവുള്ളവർ, അങ്ങേയറ്റം ജീനിയസ് ആയവരെ മാത്രമല്ല ലോകത്തിന് ആവശ്യം. ഈ ഒരു സക്സസ് എന്ന് പറയുന്നത് ഈ ഇന്റലിജന്റ് ആയിട്ടുള്ള ആളുകളിൽ മാത്രം ചുരുങ്ങി നിൽക്കുന്നതുമല്ല. ഇന്ന കസീറു മിന ശുബാനിയ തഖിദൂന, ഇനി മറ്റൊരു കൂട്ടം ആൾക്കാരെ പറ്റി പറയാണ്. മിന ശുബാനി, ഒരു ഇപ്പോ കുറച്ച് എന്താണ് യുവാക്കളുണ്ട്. യഅ്തഖിദൂന, അവരെ വിചാരിച്ചിരിക്കുന്നത് അന്ന ഹുനാക മൻ മനഹു ഖുദ്റത്തുൻ അല തഫവുഖി മിൻ ഗൈരി ജഹദ്, ഒരു പരിശ്രമവുമില്ലാതെ ഉയർന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഉയർച്ചയിലേക്ക് എത്താം എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുണ്ട്. വാലൽ ഇത്തിയാനി ബിൽ അജായിബ് മിൻ ഗൈരി മുശക്ക, ഒരു പ്രയാസങ്ങളുമില്ലാതെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നുണ്ട്. വഅല കലബത് തുറാബി ദഹബൻ ബിഅസാ അസ്-സിഹ്രിയ, അതുപോലെ തന്നെ മണ്ണിനെ സ്വർണമാക്കാൻ എന്താണ് ഒരു മാജിക് സ്റ്റിക്കിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. വലാക്കിൻ കുല്ല ഹാദിൽ അഫ്കാരി മുഅത്തലതൻ അനിൽ അമലി വന്നജാഹി, പക്ഷെ ഇതെല്ലാം എന്താണ് ഒരു സക്സസിലേക്ക് എത്തുന്നതിനും ഒരു നല്ല ഒരു എഫേർട്ട് എടുക്കുന്നതിനും ഇതെന്താണ് ഒരു തടസ്സമാണ്. ഇത് നമ്മളെ പ്രിവെന്റ് ചെയ്യും. ഫൈലുൽ ഹാത്തിർ ലി അഹ്മദ് അമീന്റെ ഫൈലുൽ ഹാത്തിർ എന്ന ഒരു മക്കാലയിൽ നിന്നും വന്നിട്ടുള്ളതാണ്. അപ്പോ ഈ ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് ഇതേ രീതിയിൽ അർത്ഥം വെക്കാൻ, ഇതിന്റെ മീനിങ് മനസ്സിലാക്കിയവരുണ്ട് എങ്കിൽ നമുക്ക് എന്താണെങ്കിലും ഇതിന് കൊടുത്തിട്ടുള്ള ആൻസേഴ്സ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഒരു അർത്ഥം ഈ രീതിയിലെല്ലാം മനസ്സിലാക്കിയത് അല്ലെങ്കിൽ അർത്ഥം കണ്ടുപിടിക്കാൻ പറ്റിയില്ല എങ്കിൽ നമുക്കൊരു പ്രയാസമായിട്ട് തോന്നുള്ളൂ. അധികം ബുദ്ധിമുട്ടുള്ള വാക്കുകളൊന്നും അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത വാക്കുകളൊന്നും ഈ പാരഗ്രാഫിൽ ഉള്ളതായിട്ട് തോന്നുന്നില്ല. എല്ലാം സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഡെയിലി കണ്ടിട്ടുള്ള വാക്കുകളൊക്കെ തന്നെയാണ്. ഇതിലെ മുഴുവൻ വാക്കുകളും നമുക്ക് മനസ്സിലായില്ലെങ്കിലും ഏതെങ്കിലുമൊക്കെ മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആൻസേഴ്സിലേക്ക് എത്താൻ കഴിയും. അപ്പൊ ഇനി ഇതിന്റെ ചോദ്യത്തിലേക്ക് പോകാം. 71 തതവക്കഉൽ ഖൈർ ഫി മുസ്തഖ്ബിലിക തഅന, എന്താണ് തതവക്കഉൽ ഖൈർ ഫി മുസ്തഖ്ബിലിക, എന്താണ് നിന്റെ ഫ്യൂച്ചറിൽ നല്ലത് ചിന്തിക്കുക എന്ന ആ ഒരു സെന്റൻസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? കുൻ മുതശായിമൻ, കുൻ മുതഫായിലൻ, കുൻ മുതഫായിലൻ, കുൻ മുതനാഖിലൻ. എന്താണ് കുൻ മുതശായിമൻ എന്ന് പറഞ്ഞാല് അശുഭാപ്തി വിശ്വാസിയായിരിക്കുക, നല്ലതൊന്നും വരില്ല എന്ന ചിന്തയിലിരിക്കുക. കുൻ മുതഫായിലൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് ആക്റ്റീവ് ആയിട്ടിരിക്കുക. കുൻ മുതഫായിലൻ,
ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസമുള്ളവനായിരിക്കുക. കുൻ മുതനാഖിദൻ, എപ്പോഴും ഒന്ന് ഡൗൺ ആയിട്ട് എന്താണ് ഒരു മൂഡ് ഔട്ട് ആയിട്ടൊക്കെ ഇരിക്കുക. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ വരാ? നിങ്ങളുടെ ഫ്യൂച്ചറിൽ നല്ലത് ചിന്തിക്കുക എന്ന അർത്ഥം വരുന്നത് ഏതാണ് ഇതില്? കുൻ മുതഫാഇലൻ, ഓപ്ഷൻ സി ആണ്, ബി ഒപ്റ്റിമിസ്റ്റിക് ആണ് കറക്റ്റ് ആൻസർ. പിന്നെ വരുന്നത് പിന്നത്തെ നമ്മുടെ ചോദ്യം, അന്നജാഹ് ലൈസ മക്സൂറൻ അല നാബിഗൈന നാബിഗൈൻ. അത് ഇതിലെ ഒരു കോട്ടാണ്. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അന്നജാഹ് ലൈസ മക്സൂറൻ അല നാബിഗൈൻ. നജാഹ്, സക്സസ് എന്ന് പറയുന്നത് ഇന്റലിജന്റ് ആയിട്ടുള്ളവരിൽ മാത്രം ചുരുങ്ങിയതല്ല. അതാണ് ആ വാക്യത്തിന്റെ അർത്ഥം. ഓപ്ഷൻസ് നോക്കാം. ലാ യൻജഹു ഫിൽ ഹയാത്തി ഇല്ല നാബിയ, ജീവിതത്തില് ജീനിയസ് ആയിട്ടുള്ളവരല്ലാതെ വിജയിക്കില്ല. ലാ യൻജഹ്, വിജയിക്കില്ല. അനവാബ്യ, ജീനിയസ് ആയിട്ട് ഇന്റലിജന്റ് ആയിട്ടുള്ളവര്, ഫി ഹയാത്തിഹിം, അവരുടെ ജീവിതത്തിൽ. യൻജഹു ഫിൽ ഹയാത്ത് അനാബ്യ ഫഖത്ത്, ജീവിതത്തിൽ വിജയിക്കുന്നത് ഇന്റലിജന്റ് ആയിട്ടുള്ളവര് മാത്രമാണ്. അഹ്യാനൻ യൻജഹു, ചിലപ്പോൾ ചില സമയം വിജയിക്കും, ഫിൽ ഹയാത്ത്, ജീവിതത്തില്. വൈറൻ നാബിഗൈൻ, എന്താണ് ജീനിയസ് അല്ലാത്തവരും വിജയിക്കാം. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരാ? ഏകദേശം ഇതിനോട് ചേർന്ന് നിൽക്കുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലേ. എന്താണ്? അഹ്യാനൻ യൻജഹു, ചിലപ്പോ ജീനിയസ് ആയിട്ടുള്ളവരും വിജയിക്കാം, അല്ലാത്ത സമയം എന്താണ് ജീനിയസ് അല്ലാത്തവരും ജീനിയസ് ആയിട്ടുള്ളവരും വിജയിക്കാം അല്ലെ. അതിങ്ങനെ മാറി മാറി വന്നേക്കാം. അതാണ് ഓപ്ഷൻ ഡി ആണ് അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. പിന്നെയോ 73, ലാ തഖുൽ ഇന്നക ലസ്തു നാബിയ, കലിമത്തു നാബിഗ താന. എന്താണ് നാബിഗ എന്ന വാക്കുകൊണ്ട് എന്താണ് അർത്ഥം വെക്കുന്നത്? അബ്കരിയത്ത് അൽ ജുഹദ് അൽ ഖുവത്തുൽ ഇബ്ദാ. അബ്കരിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതും ബുദ്ധി സാമർത്ഥ്യത്തിന് തന്നെ, അല്ലെങ്കിൽ ഇന്റലിജൻസ് തന്നെയാണ്. ജഹദ് പരിശ്രമം, ഖുവത്തുൽ ഇബ്ദാ എന്താണ്? സർഗാത്മകമായിട്ടുള്ള ശക്തി അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി, അതിനെയാണ് ഖുവത്തുൽ ഇബ്ദാ എന്ന് പറയാം. ഇതിലൊരു ഇന്റലിജൻസിലേക്ക് എത്തണമെങ്കിൽ ഈ പറഞ്ഞ മൂന്നും ആവശ്യമാണ് അല്ലെ. എന്താണ്? മൈൻഡ് സെറ്റ് വേണം, ജഹദ് പരിശ്രമം വേണം, ഖുവത്തുൽ ഇബ്ദാ ക്രിയേറ്റിവിറ്റി, ക്രിയേറ്റീവ് ആയിരിക്കുകയും വേണം. അപ്പൊ ഇതില് നമുക്ക് ഇപ്പോ ഏകദേശം ജുഹദിനെ ഒന്ന് മാറ്റി നിർത്താം. അപ്പോ കറക്റ്റ് ആൻസർ വരാ എ ആൻഡ് സി ആണ്. അടുത്ത ചോദ്യം, ലൈസ മിൻ അഫ്കാരിൽ മുഅ്തലത്ത് അനിൽ അമൽ. അഫ്കാരിൽ മുഅ്തലത്ത് എന്ന് വെച്ചാല് യൂസ്ലെസ് ആയിട്ടുള്ള ചിന്തയില് പെടാത്തത്. ലൈസ മിൻ അഫ്കാരിൽ മുഅ്തലത്ത്, അല്ലെങ്കിൽ നമ്മളെ ഒരു വിജയത്തിലേക്ക് എത്തുന്നതിൽ നിന്നും തടയുന്ന ചിന്തകളില് പെടാത്തത് ഏതാണ്? ലൈസ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതൊന്ന് ശ്രദ്ധിക്കണേ. ഏതാണ്? അൽ ജദ്ദ് വൽ ജഹദി വ ഇത്ഖാനുൽ അമൽ. പരിശ്രമമാണ് എന്ത്? ഒരു ജോലിയുടെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത്. അൽ ഇത്യാനു ബിൽ അജായിബ് മിൻ ഒയ്രി മുഷക്ക, അത്ഭുതങ്ങള് സൃഷ്ടിക്കൽ, മിൻ ഒയ്രി മുഷക്ക, യാതൊരു പ്രയാസവും ഇല്ലാതെ. ഇസ്തിഖ്ദാമുൽ അസാസ് സിഹ്രിയ, പിന്നെ എന്താണ്? മാജിക് സ്റ്റിക്ക് യൂസ് ചെയ്യല്. അത്തഫവുഖ് മിൻ ഗൈരി ജഹദ്, ഉയർച്ചയിലേക്ക് എത്താൻ എങ്ങനെ? പരിശ്രമിക്കാതെ ഉയർച്ചയിലേക്ക് എത്തല്. അപ്പൊ ഇതിൽ യൂസ്ലെസ് ആയിട്ടുള്ളത് ഏതാണ്? യൂസ്ലെസ് ആയിട്ടുള്ള വാക്യത്തില് പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. അത് കറക്റ്റ് ആണ് അല്ലെ. എന്താണ്? അൽ ജദ്ദ് വൽ ജഹദ് ഇത്ഖാനുൽ അമൽ, നമ്മൾ പരിശ്രമിച്ചാലേ നമുക്ക് എന്താണ് പരിപൂർണമായ ഒരു വിജയത്തിലേക്ക് എത്താൻ സഹായിക്കുള്ളൂ. അടുത്ത ചോദ്യം, അന്ന ഹുനാക മൻ മുനിഹു ഖുദ്റത്തുൻ അല തഫവുഖി മിൻ ഗൈരി ജഹ്ദിൽ ലബ്തി അസ്സഹീഹ് ലിൽ ലബ്ദ്. ഇതില് ഈ ജുംലയില് കറക്റ്റ് ആയിട്ട് ഇതിപ്പോ എന്താണ്? നിങ്ങളോട് ഹർക്കത്ത് ഇടാനാ പറഞ്ഞിരിക്കുന്നത്. ഹർക്കത്ത് ഇടണമെങ്കിൽ ആദ്യം എന്തറിയണം? ഓരോന്നും എന്തിന്റെ സ്ഥാനത്താണെന്ന് അറിയണം. അപ്പോ അന്ന ഹുനാക മൻ ഏതാണ് ഇതിലെ കറക്റ്റ് ആൻസർ വരാ? ഓപ്ഷൻ സി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ വരാ. 75ന്റെ കറക്റ്റ് ആൻസർ വരാ ഓപ്ഷൻ സി ആണ്. മൻ മുനിഹു എന്താണ്? നേടിയെടുക്കപ്പെടുന്നവരുണ്ട് അല്ലെങ്കിൽ നൽകപ്പെടുന്നവരുണ്ട്. അപ്പൊ അതവിടെ എന്തായി? അത് മജ്ഹൂലായി. ഖുദ്റത്തുൻ, അപ്പോ ഖുദ്റത്തുൻ എന്നുള്ളത് എന്തായി? അത് നായിബ് ഫായിലിന്റെ സ്ഥാനത്തായി. അല തഫവുഖി. അപ്പോ ഓപ്ഷൻ സി ആണ്. മൻ മുനിഹു ഖുദ്റത്തുൻ അല തഫവുഖി. അതാണ് ഇവിടെ 75ല് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ പാരഗ്രാഫ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി നമുക്ക് കൊടുത്തിട്ടുള്ളത് ഒരു കസീദയാണ് അല്ലെങ്കിൽ ഒരു കവിതയാണ്. അക്ബല സുബ്ഹയു അന്നി ലിൽ ഹയാത്തി നായിസ
والربا تحلم في ظل العصون المائسة والصبا ترقص أوراق العصون البائسة وتحادى النور في تلك الفجاج الدامسة أقبل الصبح جميلا يملأ الإفق بها فتمت الزهر والطير وأمواج المياه قد أفاق العالم الحي وغني للحياة فأفيقي يا خرافي هلمي يا شياه واتبعيني يا شباهي بين أسراب الطيور واملأ الوادي ثواء ومراح وحبور واسمعي همس سواقي وانشقي عطر الزهور وانظر الوادي يغشيه الضباب المستنير من قصيدة أغاني الرغات. ഒരു കവിതാശകലമാണ് മല്ലദി യുഹരിക്കു ഔറാഖു സുഹൂർ. എന്താണ്? പൂക്കളിലെ ഇലകൾ, ഔറാഖ് ഇലകളെ ചലിപ്പിച്ചത്, യുഹരിക്കു ചലിപ്പിച്ചത് എന്താണ്? അസ്വബ അൽ ഫജാജ് അർറബ അൽ ഉഫഖ്. ഏതാണ്? എന്താണ് ഇലയെ മൂവ്മെന്റ് ഉണ്ടാക്കിയത്? എന്താണ്? ഇവിടെ ഒരു ഇതുണ്ട്, ഒരു വരി നമ്മൾ വായിച്ചായിരുന്നുണ്ട്. വസ്വബാ തർക്കുസു ഔറാഖ്, വസ്വബാ തർക്കുസു ഔറാഖ്. അപ്പൊ ആരാണ് അവിടെ? അസ്വബായാണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാം. ഏതാണ്? അസ്വബ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്തത് 77. അൽ ഹയാത്തു നായിസ മഅന കലിമ. ഹയാത്തു നായിസ, നായിസ കൊണ്ട് ആ ഒരു വാക്ക് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അക്ബല സുബഹി, ഇവിടെ എന്താ പറയുന്നത്? മോർണിംഗ് വന്നു അല്ലെങ്കിൽ രാവിലെ ആയി. എന്നാൽ ഹയാത്തു നായിസ എന്തിനാണ്? ആ ഒരു ഉറക്കമുള്ള ജീവിതം അതാണ് ഹയാത്തു നായിസ കൊണ്ട് അവിടെ ഉദ്ദേശം. എന്താണ് അപ്പോ ഏതൊരു സമയത്തായിരിക്കും ഉറക്കം? ആഹിറുലയിൽ വക്തുലുഹ അൽ ഫജർ അവ്വലുൽ യൗം. ഏതൊരു സമയത്താണ് നമ്മൾ ഉറങ്ങിക്കിടക്കുന്നത്? ആഹിറുലയിൽ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, കലിമത്തുൻ തദുല്ലു അലാ സൗത്തി ഷിയാഹ്. ഷിയാഹ് എന്ന് വെച്ചാൽ ചെമ്മരിയാട് അല്ലെങ്കിൽ ഷീപ്പ്. അതിന്റെ സൗത്ത്, കരച്ചില്, അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിപ്പോ നമ്മുടെ ഈ പദ്യത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല. അല്ലാതെ ചോദിക്കാം എന്താണ് ഒരു ഷീപ്പിന്റെ കരച്ചിൽ? നമ്മൾ ഇംഗ്ലീഷിലൊക്കെ ഇംഗ്ലീഷിലല്ല അറബിയിലും ഉണ്ട് അല്ലെ, നമുക്ക് ഓരോ ആനിമൽസിനും അവരുടെ ക്രൈസിനും ഓരോ നെയിംസ് ഉണ്ട്. അപ്പൊ ഇവിടെ ഷീപ്പിന്റെ ക്രൈ ഏതാണെന്നാ ചോദിച്ചിരിക്കുന്നത്? ഹുറാഫ്, മിറാഹ്, സുആ, ഹബൂർ. ഏതാണ്? സുആ ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ ഉണ്ടത്, ഇവിടെ പറയുന്നുണ്ട്, ഈ കവിതയില് കൊടുത്തിട്ടുണ്ട് അവര്. അൽ ഹുറാഫ് അൽ ഹുമ്മി വംല ഉൽ വാദി സുആ, ആ ഒരു താഴ്വര നിറയ്ക്കാൻ പറയുന്ന ആ ഒരു വരിയില് പറയുന്നുണ്ട്. അപ്പോൾ സുആ ആണ്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. 79. ഈ ഒരു വരി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? തഹാദൻ നൂർ എന്താണ്? വെളിച്ചം, വെളിച്ചം കാണിക്കൂ. ഫി തിൽക്കൽ ഫിജാജി ദാമിസ. ഫിജാജി ദാമിസ എന്ന് പറഞ്ഞാൽ എന്താണ്? തൽഹറു അന്നൂർ ഫി തുർക്ക് ബൈനൽ ജബലൈനി അന്നാലിറൈനി തൽഹറു അന്നൂർ ഫി ത്വരീഖ് ബൈനൽ ജബലൈനി അൽ മുളിമൈനി തസ്റബു അൽഒലാം ഇബിൽ അർളു ഖലീലൻ ഖലീലൻ തൽഹറു അന്നൂർ ഫി സമായി മാസ്റാബി തുയൂർ. ഏതാണ് കറക്റ്റ് ആൻസർ? അപ്പൊ ഇവിടെ നമുക്ക് തഹാദൻ നൂർ, വെളിച്ചം കാണിക്കാന്ന് പറയുമ്പോൾ തന്നെ ഇത് രണ്ടും അല്ല, ഇതിൽ രണ്ടിലും ഏതോ ഒന്നാണ്. പിന്നെ എന്താണ്? ഫിജാജി ദാമിസയാണ് നമുക്ക് വേണ്ടത്. ഫിജാജി ദാമിസ എന്ന് പറഞ്ഞാൽ ഇരുട്ട് നിറഞ്ഞ രണ്ട് മലഞ്ചെരുവുകൾക്കിടയിൽ, അതാണ് ഇരുട്ടാണ്. അപ്പോൾ ഇരുട്ട് എവിടെ? ഏതാണ്? അൽ ജബലൈനി അൽ മുളിമൈനി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. പിന്നെ നമുക്ക് അടുത്ത ചോദ്യം, ഹാദിഹിൽ കസീദ അഗാനി അർ-റആത്ത് ലിശാഇർ. ഇത് ആരുടെ കവിതയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കവിതയുടെ പേര് നമ്മുടെ ആ ഒരു പദ്യഭാഗത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, അഗാനി അർ-റആത്ത് എന്നാണ്. അപ്പോൾ ഇത് ആരുടേതാണെന്നാണ് ചോദ്യം. മീഖായിൽ നായിമ, അബുൽ ഖാസിം ഷാബി, ഇബ്രാഹിം അൽ മാജി, ജിബ്രാൻ ഖലീൽ ജിബ്രാൻ. ആരുടേതാണ്? കവിതയിൽ അധികവും ഒരു നേച്ചറിസ്റ്റിക് ആണ് അല്ലേ. ഇപ്പോ ഒരു ഷാഇറുൻ ഹൽറ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കവീനെ പഠിച്ചിട്ടുണ്ട്. ആരാണ്? അബുൽ ഖാസിം ഷാബി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതും ഔട്ട് ഓഫ് സിലബസ് ആണോ എന്ന് ചോദിച്ചാൽ ആണോ? അബുൽ ഖാസിം ഷാബി ഒക്കെ നമ്മുടെ അസ്റുൽ ഹദീസില് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അബുൽ ഖാസിം ഷാബിയുടെ മുഅല്ലഫാത്ത് പഠിക്കുന്ന സമയത്ത് അഗാനി അർ-റആത്ത് ആ ഒരു പേര് ഓർത്ത് വെച്ചാൽ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസറും നമുക്ക് കിട്ടുന്നതാണ്.
81 വഫജ്ജർനൽ അർള ഒയൂനൻ കലിമത്ത് ഒയൂനൻ. ഇത് ഖുർആനിലെ ഒരു വാക്യമാണ് അല്ലെ. ഖുർആനിലെ ഈ ഒരു വാക്യം ഇതിലെ ഒയൂൻ എന്ന വാക്ക് എന്താണ് എന്നാണ് ചോദിച്ചത്. ഒരു നഹ്വി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അൽഹാല് തമീസ് അൽ മഫ്ഊൽ അൽ മഫ്ഊലു സാനി. എന്താണ്? ഹാലാണോ, തമീസ് ആണോ, മഫ്ഊലാണോ, മഫ്ഊലു സാനി ആണോ? വഫജ്ജർനൽ അർള ഒയൂനൻ തമീസ് ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. എങ്ങനെയാണിത്? തമീസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഒരു കാര്യം ഉദ്ദേശിക്കുന്നതിൽ നിന്നും നമ്മളെ തടയും. ഇവിടെ ഫജ്ജർനൽ അർള് അത്ര പറയുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ പല കാര്യങ്ങൾ ചിന്തിക്കാം. ഒയൂനിന് പകരം അൻഹാറെന്നോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉദ്ദേശിക്കാം. പക്ഷെ ആ ഉദ്ദേശിക്കുന്നതിൽ നിന്നും നമ്മളെ തടയുന്ന പകരം ആ തടഞ്ഞ് കറക്റ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് എന്ന് പറയുന്ന ആ ഒരു പദത്തിനാണ് തമീസ് എന്ന് പറയുന്നത്. ഇവിടെ ഫജ്ജർനൽ അർള അവിടെ വെച്ചിട്ട് എന്താണ്? ഒയൂനൻ എന്തായിട്ടാണ്? ഒയൂനായിട്ടാണ്. അപ്പോ ഇവിടെ തമീസ് ആണ് കറക്റ്റ് ആൻസർ വരിക. തമീസും നമ്മുടെ ഗ്രാമർ പോർഷനിൽ ഇൻക്ലൂഡഡ് ആണ്. 83 82 ഉണ്ട്. അബസ വതവല്ല അൻ ജാഅഹുൽ അഅമ. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ഖുർആൻ വാക്യമാണ് മനിഷക്സുൽ മദ്കൂർ ഫിൽ ആയ. ഈ ആയത്തില് പറഞ്ഞിട്ടുള്ള വ്യക്തി ആരാണ്? അബസ വതവല്ല നമുക്കറിയാം അല്ലെ. വളരെ എന്താണ് പ്രശസ്തമായിട്ടുള്ള ഒരു ചരിത്രമാണ് റസൂലിന്റെ കാലത്ത് ഉണ്ടായ. അപ്പൊ ഇതില് ആരാണ് ഈ ഒരു അഅമ? ആ കണ്ണ് കാണാത്ത വ്യക്തി ആരാണ്? ബിലാൽ ഇബ്നു റബാഹ് ആണോ? അബൂ ഹുറൈറയാണോ? അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം ആണോ? അബൂ ഉബൈദത്തുൽ ജറാഹ് ആണോ? ആരാണ്? അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം ആണ് കറക്റ്റ് ആൻസർ. ഇത് നമ്മുടെ ക്ലാസിക്കൽ ലിറ്ററേച്ചറിൽ നിന്ന് വന്നിട്ടുള്ള അല്ലെങ്കിൽ ഖുർആൻ ഹദീസ് പോർഷനിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണ്. ഇതൊക്കെ എല്ലാവരും കറക്റ്റ് ആക്കിയിട്ടുണ്ടാകും അല്ലെ. ഇതൊക്കെ എന്താണ്? നമ്മൾ ചെറുപ്പകാലം മുതലേ കേൾക്കുന്നതാണ്. ഇനി 83 ഇതും ഗ്രാമർ ആണ്. ഗ്രാമറിൽ നിന്ന് ചെറുതല്ലാത്ത ഒരു പോർഷൻ തന്നെ വന്നിട്ടുണ്ട്. ഇഖ്തറ ജുംലത്തുൻ സ്വഹീഹ. ഇവിടെയും എന്താണ്? ഹർക്കത്ത് ഇടാനാണ്. ഹർക്കത്ത് ഇടാൻ കൊടുക്കുന്ന എന്തിനാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോന്നും എന്താണ് എന്ന് നമുക്കറിയോ എന്ന് ചെക്ക് ചെയ്യാനാണ്. വുലിദ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് ബിമക്കത്തിൽ മുകറമ. വുലിദ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് ബിമക്കത്തൽ മുകറമ. വുലിദ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് ബിമക്കത്തൽ മുകറമ. വുലിദ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് ബിമക്കത്തൽ മുകറമ. ഏതാണ്? വുലിദ കൊണ്ടിട്ടാണ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. വുലിദ എന്ന് പറയുമ്പോൾ എന്താണ്? അത് മജ്ഹൂലാണ്. അപ്പോൾ തൊട്ടിപ്പുറത്ത് പിന്നെ വരുന്നത് എന്തായിരിക്കും? നായിബു ഫായിലാണ്. അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ എന്നാ പറയണ്ടത്. കാരണം അബ് എന്നുള്ളത് അസ്മാഉൽ ഹംസയിൽ പെട്ടതാണ് അല്ലെ. അസ്മാഉൽ ഹംസ നായിബുൽ ഫായിലിന്റെ ഇറാബ് റഫ് ആണ്. അസ്മാഉൽ ഹംസ എങ്ങനെയാണ് റഫ് ചെയ്യുക? വാവ് കൊണ്ടാണ് റഫ് ചെയ്യുക. അപ്പോ അബൂബക്കർ സിദ്ദീഖ് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. വുലിദ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് ബിമക്കത്തൽ മുകറമ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 84 ലാ തഅലക നാഫിദ വതഅതസിലുൽ ജമീഅ. എന്താണ്? വിൻഡോ ക്ലോസ് ചെയ്യരുത്. വതഅതസിലുൽ ജമീഅ മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെട്ടിരിക്കുകയും ചെയ്യരുത്. ഇത് യത്ലുബു അശ്ശാഇർ ബി ഫതഹി നവാഫിദ്. ഇവിടെ കവി എന്തിനാണ് ജനാല തുറന്നിടാൻ പറയുന്നത് എന്നാണ്. നമുക്കിവിടെ ഏത് കവിതയാണെന്നോ അല്ലെങ്കിൽ ആരുടെ കവിതയാണെന്നോ അങ്ങനെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു വരി കൊടുത്തിട്ട് ഇതിലെന്താണ് കവി ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് ഔട്ട് ഓഫ് സിലബസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം എന്താണ് ക്വസ്റ്റ്യൻ അങ്ങനെ ക്ലിയർ ആയിട്ടില്ല. ഇസ്തിൻഷാഖുൽ ഹവാഉ നഖി. എന്തിനാണ്? ശുദ്ധവായു കിട്ടാൻ. ഇസ്തിഖ്ബാലി റബിയ വസന്തം സ്വീകരിക്കാൻ. ലിദിഫാ അനിൽ മത്തർ മഴ കൊള്ളാതെ ഇരിക്കാൻ അല്ലെങ്കിൽ മഴയിൽ നിന്നും പ്രതിരോധിക്കാൻ. ഓപ്ഷൻ ഡി, എ ആൻഡ് ബി. ഏതാണ്? ഒരു കവിതാ ശകലത്തിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ ബി എന്ന് പറയാം. ഇസ്തിഖ്ബാലി റബിയ അതും കറക്റ്റായ ആൻസർ. എന്താണ്? കറക്റ്റ് അങ്ങനെ പറയുന്നതല്ല. എന്താണ്? ഒരു കവിതാ ശകലത്തിൽ നിന്ന് വന്നതുകൊണ്ട് വസന്തത്തെ സ്വീകരിക്കാൻ എന്ന ഒരു അർത്ഥം നമുക്ക് അവിടെ കൊടുക്കാം. ഈ ഒരു ചോദ്യത്തിന് കുറച്ച് കൂടുതൽ യോജിച്ചു നിൽക്കുന്ന ഉത്തരം അതാണ്. 85 ഇഖ്തറൽ ജുംല സ്വഹീഹ. എന്നാണ്? അദദ് മഅദൂദ് പോർഷനിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഒരുപാട് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. യൂട്യൂബിലാണെങ്കിലും സൂമിലാണെങ്കിലും ഒക്കെ നമ്മൾ പഠിച്ച പോർഷൻ ആണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? സ്ഥിരമായിട്ട് കേഡറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഏതാണ് കറക്റ്റ്? ഇഷ്തറൈതു സലാസത അശറ ദഫ്തറൻ. ഇഷ്തറൈതു സലാസ അശറ ദഫ്തറൻ. ഇഷ്തറൈതു സലാസത അശറത ദഫ്തറൻ. ഇഷ്തറൈതു സലാസത അശറ ദഫാത്തിറൻ. ഏതാണ്?
സലാസ അഷറിന് ഏതാ നമ്പർ? അപ്പോൾ 13. 10 കഴിഞ്ഞിട്ടുള്ള നമ്പറാണ്. 11 മുതൽ 99 വരെ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ പാലിക്കേണ്ട റൂൾസ് അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. എന്താണ്? ഏറ്റവും ആദ്യം എണ്ണപ്പെടുന്ന വസ്തു മഅദൂദ് മുഫ്രദായിരിക്കണം. ഇവിടെ ദഫ്തർ ഉണ്ട്, ദഫ്തറൻ ഉണ്ട്, ദഫ്തറൻ, ദഫാതിറൻ. അപ്പോൾ ഇതല്ല, ഇത് ദഫാത്തിർ, ഇത് പ്ലൂറൽ ആണ്. അതെല്ലാന്ന് ഉറപ്പിക്കാം. പിന്നെയോ, പിന്നെ നമുക്ക് 10ന്റെ നിയമമാണ് അറിയേണ്ടത്. 10 നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഒറ്റയ്ക്കാണ് എങ്കിൽ മഅദൂദിന്റെ ഓപ്പോസിറ്റും സംയുക്ത പദമാണെങ്കിൽ മഅദൂദിന്റെ സെയിമും ആണ്. എന്തിന്റെ കാര്യത്തിൽ? ജെൻഡറിന്റെ കാര്യത്തിൽ, മുദക്കർ മുഅന്നസിന്റെ കാര്യത്തിൽ. അപ്പോൾ ഇവിടെ ദഫ്തറൻ, ദഫ്തർ മുദക്കറാണ്. അപ്പോൾ മുദക്കർ തന്നെയായിരിക്കണം 10. അപ്പോൾ ഇതുമല്ല, ഇതിവിടെ മുഅന്നസ് ആണ്. ഇതിൽ രണ്ടില് ഏതോ ഒന്നാണ്. പിന്നെ നമുക്ക് ഇപ്പുറത്തെ ഈ ഫസ്റ്റ് പാർട്ടിൽ വരുന്ന നമ്പറാണ്, അത് മഅദൂദിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കണം എന്നാണ് റൂള്. അപ്പോഴോ ഇതുമല്ല, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. മഅദൂദിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കണം ഈ എണ്ണം. അപ്പോൾ ഇഷ്തറൈത്തു സലാസത അശറ ദഫ്തറൻ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരും. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇദാ നിൽതു മിൻക അൽ വുദ്ദു ഫൽമാലു ഹയ്യിനുൻ വകുല്ലല്ലദി ഫൗക തുറാബു തുറാബൻ തശ്ബീഹു ഫി ഹാദൽ ബൈത്ത്. അങ്ങനെ നമ്മൾ ബലാഗ പോർഷനിലെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി. ഇതാ നിൽത്തു മിൻക, എനിക്ക് നിന്നിൽ നിന്ന് കിട്ടിയാൽ എന്ത്? അൽ വുദ്ദ് സ്നേഹം, ഫൽമാലു ഹയ്യിനുൻ, പിന്നെ എന്താണ്? ധനം എന്ന് പറയുന്നത് ഹയ്യിൻ എളുപ്പമാണ്. വകുല്ലല്ലദി ഫൗക തുറാബ് തുറാബുൻ, മണ്ണിന് മുകളിലുള്ള എല്ലാം തന്നെ എന്താണ്? മണ്ണാണ്, അഥവാ മണ്ണിലേക്ക് തന്നെ എന്താണ്? മണ്ണിലേക്ക് തന്നെ മടങ്ങാനുള്ളതാണ് എന്ന്. ഏത് തശ്ബീഹാണ്? തശ്ബീഹുൽ മുഅക്കദാണോ, മുർസലാണോ, മുഫസ്സലാണോ, ബലീഗാണോ? ഇവിടെ അദാത്തു ശിബ്ഹ് യൂസ് ചെയ്തിട്ടുണ്ടോ? കായോ അല്ലെങ്കിൽ അതുപോലെയാണ് അങ്ങനെ പറയാനായിട്ട് എന്തെങ്കിലും ഒരു വാക്ക് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. പിന്നെയോ വജുഹു ശിബ്ഹ് ഉണ്ടോ? എന്തിന്റെ കാര്യത്തിലാണ് തശ്ബീഹ് നടത്തിയതെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതും ഇല്ല. അപ്പൊ വജുഹു ശിബ്ഹു ഇല്ല, അദാത്തു തശ്ബീഹു ഇല്ല. ഇത് രണ്ടും ഇല്ലാത്ത തശ്ബീഹ് എന്താണെന്നാ നമ്മൾ പഠിച്ചത്? തശ്ബീഹുൽ ബലീഗാണ്. അപ്പോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. തശ്ബീഹ് ഒക്കെ നമ്മുടെ പോർഷനിലുള്ളതാണ്. 87. കുന്ന വഖദ് അസഫൽ മസാ നംഷി അൽ ഹവൈന ഫിൽ ഖലാ. ഞങ്ങൾ എന്തായിരുന്നു? വഖദ് അസഫൽ മസാ. ഇവിടെ അസഫ എന്ന വാക്ക് എന്താണ് എന്ന് അറിയണം. അതാണ് ഇവിടത്തെ ചോദ്യം. അസഫ എന്താണ്? അസഫ തഖ്റുബു ഹാന ഇബ്താദ മല. കുന്ന വഖദ് അസഫൽ മസാ, നമ്മളിലേക്ക് വൈകുന്നേരം ആകാറാവുകയായിരുന്നു. നംഷി അൽ ഹവൈന ഫിൽ ഖലാ, ഞങ്ങള് ഇങ്ങനെ എന്താണ് നടന്ന് പതിയെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തിന്? ഓപ്പൺ എയറിൽ നമ്മൾ പതിയെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരേതാ? അടുത്തുകൊണ്ടിരിക്കുക എന്നാണ്. അപ്പോ തഖ്റുബു ആണോ, ഹാനയാണോ, ഇബ്താദയാണോ, മലയാണോ? തഖ്റുബു ആണ്, നമ്മിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇവിടെ അസഫ എന്ന വാക്കാണ് നമുക്ക് വേണ്ടത്. അസഫ തഖ്റുബു. ഇത് ചിലപ്പോ നിങ്ങൾക്ക് പുതിയൊരു അറിവായിരിക്കാം അല്ലെ? അസഫ് എന്ന് വെച്ചാൽ എന്താണ്? തഖ്റുബു, അടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു ആൻസർ കീ അനലൈസിസ് നോക്കിയിട്ട് നിങ്ങൾക്കൊരു 85-90 റേഞ്ചിൽ അല്ലെങ്കിൽ എബവ് 85-90 എബവ് മാർക്ക് കിട്ടുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഇൻഷാല്ലാ ഈ ഒരു കേട്ടിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്രാക്ക് ചെയ്യുന്നവരോടാണ് നിങ്ങൾ ഇവിടെ വെച്ചിട്ട് ഈ പഠനം നിർത്തരുത്. നിങ്ങളുടെ അടുത്ത ലക്ഷ്യം എന്താണ്? JLT അറബിക് ആണ് അല്ലേ? നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. അതിന്റെ കഴിഞ്ഞ ആഴ്ചയായിരുന്നു അതിന്റെ ലാസ്റ്റ് ഡേറ്റ് വന്നിരുന്നത്. ഇനിയും നമുക്ക് നോട്ടിഫിക്കേഷൻ വരാനുണ്ട്. അപ്പോൾ ഇപ്പോൾ കേട്ടിട്ട് പഠിച്ച് ക്രാക്ക് ചെയ്തവരോട് പറയാനുള്ളതാണ്, നിങ്ങൾ ഇവിടെ വെച്ചിട്ട് കേട്ടിട്ട് കിട്ടി എന്ന് കരുതി ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യരുത്. ഇനി നിങ്ങളുടെ അടുത്ത കടമ്പ JLT അറബിക് ആണ്. അപ്പോൾ എത്രയും വേഗം അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങണം. അപ്പോൾ നമ്മുടെ CCയിൽ ഇപ്പോൾ JLT അറബിക്കിന്റെ കോഴ്സൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൂടെ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ മെന്ററിങ്ങും സപ്പോർട്ടും ഒക്കെ നമ്മൾ തരുന്നതാണ്. കൃത്യമായ ക്ലാസ്സുകൾ ഉണ്ടാകും. സിലബസ് ബേസ്ഡ് ആയിരിക്കും ക്ലാസ്സുകൾ വരുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഏറ്റവും നല്ല കോച്ചിങ് തന്നെയായിരിക്കും CCയിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ എത്രയും വേഗം നമ്മുടെ JLT അറബിക്കിന്റെ കോഴ്സിലേക്ക് ചേരാൻ നിങ്ങൾ നോക്കുക. ഇൻട്രസ്റ്റ് ഉള്ളവരെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 88. ഇന്ന സാഇയ ഫിൽ ഖൈരി തഫായിലുഹു കലിമത്തുൻ തഹ്തഹാ ഖത്തുൻ.
ഈ വാക്യത്തില് എന്താ താഴെ അണ്ടർലൈൻ ചെയ്ത വേർഡ് ഏതാണ്? അസാഇയ. അത് എന്താണ്? ഇസ്മുൽ മക്സൂർ ആണോ, ഇസ്മുൽ മൻകൂസ് ആണോ, ഇസ്മുൽ മംദൂദ് ആണോ, ഇസ്മു സാലിം ആണോ? ഏതാണ്? ഇസ്മു സാലിമും മംദൂദും അല്ലാന്ന് നമുക്ക് വേണമെങ്കിൽ ഗസ് ചെയ്യാം അല്ലെ. സാലിം എന്ന് വെച്ചാൽ ഇല്ലത്തിന്റെ അക്ഷരങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടത്. പക്ഷെ അല്ല, ഇവിടെ ഇല്ലത്തിന്റെ അക്ഷരങ്ങൾ ഉണ്ട്. മംദൂദ് എന്ന് വെച്ചാൽ എന്താണ്? മംദൂദാണോ? മംദൂദും അല്ല. അവസാനം അലിഫുള്ളത് അതും അല്ല. പിന്നെയോ ഇസ്മുൽ മക്സൂറും ഇസ്മുൽ മൻകൂസും ഉണ്ട് ഇവിടെ. ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരാ? 88ാമത്തെ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇസ്മുൽ മൻകൂസ് ആണ്. എന്താണ് ഇസ്മുൽ മൻകൂസ് എന്ന് പറഞ്ഞാല്? അവസാനത്തില് യാ വരുന്ന ഫിഅലുകൾ, അവസാനത്തില് യാ വരുന്ന ഫിഅലുകളും അതിന് തൊട്ട് മുൻപുള്ള വാക്കിന് എന്തായിരിക്കും? കെസറായിരിക്കും ഇഅ്റാബ് വര, കെസറായിരിക്കും വര. അപ്പൊ ഇവിടെ കറക്റ്റ് അല്ല, സാഇയ. പിന്നെ ഈ മൻകൂസിന്റെ ഇഅ്റാബ് നമ്മൾ ജെറും റഫ്ഉം ആണെങ്കിൽ എന്ത് ചെയ്യും? അത് ഇടില്ല, അത് നമ്മൾ കണക്കാക്കിയുള്ളൂ, അത് പ്രകടമായിരിക്കില്ല റഫ്ഉം ജെറും ആണെങ്കിൽ. പക്ഷേ മൻകൂസിന്റെ കേസില് നെസ്ബ് വന്നാല് നമ്മൾ അതവിടെ യൂസ് ചെയ്യും, അതവിടെ പ്രകടമായിരിക്കും. അതാണ് ഇന്ന സാഇയ. കണ്ടോ ഇവിടെ ഫത്തഹ് കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇന്ന വന്നത് ഇന്ന സാഇയ. അപ്പോ എന്താണ് ഇവിടെ കറക്റ്റ് ആൻസർ വരാ? അൽ ഇസ്മുൽ മൻകൂസ് ആണ്. 88ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 89 ഇഖ്തറത്വഖമുൽ ഹാത്തി. ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നതില് തെറ്റായിട്ടുള്ള അതിനെ സെലക്ട് ചെയ്യാനാണ്. അൽ മുത്തനബി ഷാഇറുൻ നഖായിൽ, അബുൽ അത്താഹിയ ഷാഇറു സുഹദ്, അബുൽ ഖാസിം അഷ്ശാബി ഷാഇറുൽ ഖലറ, അബുൽ അലാഉൽ മഅരി അഷ്ശാഇറുൽ മുത്തശായിം. ഇത് സിമ്പിൾ അല്ലേ? നമ്മള് നെക്കായിലിന്റെ കവികൾ എന്ന് പറയുമ്പോൾ തന്നെ പ്രധാനമായിട്ടും 3 ആളുകളുടെ പേര് പഠിക്കണം എന്നാണ് പറഞ്ഞത്. ആ 3 ആളുകളുടെ പേരില് നമ്മൾ ഇദ്ദേഹത്തെ പഠിച്ചിട്ടുണ്ടോ? മുത്തനബിയെ നമ്മള് പഠിച്ചിട്ടില്ല. മുത്തനബി ഷാഇറു നഖായിൽ അല്ല. അപ്പൊ ഇതില് തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. ഇനി നമുക്ക് 90ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. കിതാബുൽ അബ്ർ വ ദീവാനുൽ മുബ്തദഇ വൽ ഖബരി ഫി അയ്യാമിൽ അറബ് വൽ അജം വൽ ബർബർ വ മിൻ ആസറഹും ദവി അസുൽത്താനുൽ അക്ബർ. വലിയൊരു പേരില്ലേ? ഈ ഒരു ബുക്ക് അറിയാവുന്നവർക്ക് ജസ്റ്റ് അൽ അബ്ർ വ ദീവാൻ അൽ മുബ്തദ വൽ ഖബർ അത്രയും വായിക്കുമ്പോൾ തന്നെ പുസ്തകത്തിന്റെ പേര് കിട്ടും അല്ലെ. ഏതാണ് ഇത്? ഈ ഒരു പുസ്തകം മഅറൂഫ് ബി ഇസ്മി. എങ്ങനെയാണ് ഈ പുസ്തകം അറിയപ്പെട്ടത് എന്നാണ്. അബ്ർ അൽ മുഖദ്ദിമത്തു ഇബ്നു ഖൽദൂൻ, താരിഖുർ റിജാൽ, അയ്യാമുൽ അറബ് മുഖദ്ദിമത്തു ഇബ്നു ഖൽദൂൻ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി ഇബ്നു ഖൽദൂന്റെ മുഖദ്ദിമയുടെ പേരാണ്, യഥാർത്ഥ പേരാണ് ഇത്രയും വലിയ ഒരു സെന്റൻസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 91 ഇഖ്തറത്വഖമു സ്വഹീഹ് മിനൽ ആതിയ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഇനിയും കറക്റ്റ് ആയിട്ടുള്ളതിനെ തിരഞ്ഞെടുക്കാനാണ്. മിൻ ഫൗക സബഅ സമാവാത്ത് അബ്ദുറഹ്മാൻ റഫത്ത് ബാഷ, സുവറു മിൻ ഹയാത്തി സ്വഹാബ അൽ ഖാലി ഉമർ ഇബ്നു അലി വ ഇസ്ലാമ അലി അഹ്മദ് ബാക്സിർ, ദംഅത്തുൻ വ ഇബ്തിസാമ മുസ്തഫ ലുത്ഫി അൽ മൻഫലൂത്തി. ഇതിലെ കറക്റ്റ് ആയത് ഏതാണ് എന്നാണ്. ഇതിലിപ്പോ നമുക്ക് ഏതാണ്? നമ്മൾ ഖലീൽ ജിബ്രാനെ പഠിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ പ്രശസ്ത ഗ്രന്ഥമാണ് ദംഅത്തുൻ വ ഇബ്തിസാമ എന്ന് പറഞ്ഞു. അപ്പൊ അതല്ല, മുസ്തഫ ലുത്ഫിയുടെ അല്ല. അപ്പൊ അത് നമുക്ക് കളയാം. പിന്നെയോ നമുക്ക് എന്താണ്? വാ ഇസ്ലാമ, അലി അഹമ്മദ് ബാക്സീറിന്റെ കൃതിയിൽപ്പെട്ടതാണ് വാ ഇസ്ലാമ. അപ്പൊ ഇത് കറക്റ്റ് ആൻസർ ആണ്. ഓപ്ഷൻ സി ആണ് ഈ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതും അലി അഹമ്മദ് ബാക്സീറിന്റെ രചനകൾ പഠിക്കുന്ന സമയത്ത് വാ ഇസ്ലാമ ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ. 92 ലിസാനുൽ ഫതാ നിസ്ഫുൻ വ നിസ്ഫു ഫുവാദുഹു ഫലം യബ്ഖി ഇല്ലാ സൂറത്തുൽ ലഹ്മി വദ്ദമി. ഇതും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മള് ജാഹിലിയ കാലഘട്ടം പഠിക്കുമ്പോൾ മെയിൻ ആയിട്ട് പഠിക്കുന്ന സബഉൽ മുഅല്ലഖാത്തിലെ ഒരാളുടെ, പ്രശസ്തമായിട്ടുള്ള ഒരാളുടെ കവിതയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ സൂം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് ഈ വരികള് ആരുടേതാണ് എന്ന്. ആരുടേതാണ്? സുഹൈർ ഇബ്നു അബി സലമയുടേതാണ്. ലിസാനുൽ ഫതാ എന്നുകൊണ്ട് ആരംഭിക്കുന്ന ഈ വരികൾ. ഇനിയോ 93 അൽ സുന്നത്ത് വ മക്കാനതിഹ ഫി തശ്രീഉൽ ഇസ്ലാമി. ഇതൊരു പക്ഷേ ഔട്ട് ഓഫ് സിലബസ്, അങ്ങനെ ഔട്ട് ഓഫ് സിലബസ് എന്നല്ല, നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം. എങ്ങനെ? കിതാബുൻ മഷ്ഹൂർ ഫിൽ മുദാഫി അനി സുന്ന മുഅല്ലഫു ഹാദൽ കിതാബ്. ഇത് ആരുടേതാണെന്നാണ് ചോദ്യം.
ഡി മുസ്തഫ ഹുസൈൻ അസ്സബായിയുടേതാണ് ഈ ഗ്രന്ഥം. നിങ്ങൾക്ക് അറിയാത്ത ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. നമുക്കിപ്പോ ഒരു പാറ്റേൺ കിട്ടിയില്ലേ, പുതിയൊരു പാറ്റേൺ ആയി ഈ ക്വസ്റ്റ്യൻസ് തന്നെ. ഈ ഒരു പാറ്റേൺ തന്നെ ഇനി ചിലപ്പോൾ വീണ്ടും ചോദിച്ചെന്ന് വരാം. അപ്പോൾ അറിയാത്ത ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയിട്ട് ഉത്തരം തെറ്റിപ്പോയതൊക്കെ ഉണ്ടെങ്കിൽ മാർക്ക് ചെയ്ത് വെച്ചോളൂ. ഇനിയും നമുക്ക് ഇനിയുള്ള പരീക്ഷകൾക്കും ഉപകാരപ്പെട്ടേക്കാമല്ല. കേട്ടിട്ട് നിങ്ങൾ ക്രാക്ക് ചെയ്യാണ് എങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇനി JLT ഒക്കെ വരുന്നുണ്ടല്ലേ മുന്നോട്ട്. അപ്പോൾ ആ പരീക്ഷകൾക്കും ഒക്കെ JLT പോലെ നെറ്റ് പോലെയുള്ള പരീക്ഷകൾക്കൊക്കെ ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ തെറ്റിപ്പോയതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇനിയോ ലുഖിബ ഡാഷ് ബി സഫാഹ്. ആരാണ് സഫാഹ് എന്ന് അറിയപ്പെട്ടത്? യസീദ് ഇബ്നു മുആവിയ, ഹജ്ജാജ് ഇബ്നു യൂസുഫ്, അബുൽ അബ്ബാസ്, സിയാദ് ഇബ്നു അബീഹ്. ആരാണ് സഫാഹ് എന്നറിയപ്പെട്ടത്? ഓപ്ഷൻ സി അബുൽ അബ്ബാസു സഫാഹ് ആണ് അല്ലെ. നമ്മൾ അബുൽ അബ്ബാസ് ആ പേര് പഠിക്കുമ്പോൾ തന്നെ അബുൽ അബ്ബാസു സഫാഹ് എന്നാ പഠിക്കുന്നത്. ആരാണ് അബുൽ അബ്ബാസു സഫാഹ്? അബ്ബാസി ഭരണകൂടത്തിന്റെ മുഅസ്സിസ് ആയിട്ട് അറിയപ്പെടുന്ന ആളാണ് അബുൽ അബ്ബാസു സഫാഹ്. അതും നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. 95 യുഖ്തർ മിന ശുഅറാഇ മല്ലാ യന്തമി ഇലൽ മദ്ഹബി റൊമാന്റിക്കി. റൊമാന്റിക്കിസം അല്ലെങ്കിൽ ആ ഒരു മദ്ഹബിൽ ഇല്ലാത്ത ആൾ ആരാണ് എന്ന്. മീഖായിൽ നഈമ, ഈലിയ അബു മാലി, ഉമർ അബു രീഷ, മഅറൂഫ് റസ്വാഫി. ആരാണ് ഇതിലെ? മീഖായിൽ നഈമയും ഈലിയ അബു മാലിയും ഉമർ അബു രീഷയും ഒക്കെ മദ്ഹബു റൊമാന്റിക്കിയുടെ വക്താക്കളിൽ പെട്ടതാണ്. മഅറൂഫ് റസ്വാഫിയാണ് ഇവരിൽ പെടാത്തത്. ഇദ്ദേഹം മദ്രസത്തു ഇഹ്യാ വൽ ബിഅസിന്റെ വക്താവാണ്. അപ്പോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. മാഹുവ മക്റു അറാബിത്തത്തുൽ കലമിയ. ഇതും നമ്മൾ പഠിച്ചതാണ്. റാബിത്തത്തുൽ കലമിയയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്കിലാണ്. നമ്മൾ അദബുൽ മിഹ്ജർ പഠിച്ച സമയത്ത് മെൻഷൻ ചെയ്തതാണ്. എവിടെയാണ് റാബിത്തത്തുൽ കലമിയയുടെ ആസ്ഥാനം? ന്യൂയോർക്കിലാണ്. 97 ഇഖ്തറ ഷാദ് മിനൽ ആത്തിയ. ഓഡ് വണ്ണിനെ കണ്ടുപിടിക്കാൻ. അഫ്ലൽ, അക്രം, അഅ്ലം, അസ്വദ്. ഏതാണ്? അസ്വദ് ആണ് ഇവിടുത്തെ ഓഡ് വൺ. കാരണം അഫ്ലൽ, അക്രം, അഅ്ലം ഒക്കെ എന്താണ്? സൂപ്പർലേറ്റീവ് ആണ്. അല്ലെങ്കിൽ എന്താണ്? തഅജ്ജുബിന്റെ സിഗയിൽ ഇരിക്കുന്നതാണ്. നമ്മള് ബിഗ്ഗസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ സൂപ്പർലേറ്റീവ് ഫോമിലുള്ളതാണ് ബാക്കി മൂന്നും. ഇവിടെ അസ്വദ് എന്താണ്? ഒരു ലൗനാണ് അല്ലെ. അസ്വദ് ആണ് ഇവിടെ ഓഡ് വൺ ആയിട്ട് ഉള്ളത്. അദീബുൻ മഷ്ഹൂർ ബിഷാഇറൈൻ. ഷായിറുൽ ഖിത്റൈൻ എന്നറിയപ്പെട്ട പ്രശസ്തനായ സാഹിത്യകാരൻ ആരാണ്? ഷായിറുൽ ഖിത്റൈൻ ഖലീൽ മത്റാൻ. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാ ഷായിറുൽ ഖിത്റൈൻ? ഈ ഒരു മത്റാൻ, ഈ ഒരു ത്വാ വെച്ചിട്ട് കണക്ട് ചെയ്ത് വെച്ചാലും മതി. ഷായിറുൽ ഖിത്റൈൻ ഖലീൽ മത്റാൻ ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരാം. ഇഖ്തർ മിനൽ ആത്തിയ കിതാബൻ ലം യുഅല്ലിഫുഹ അൽ ജാഹിൽ. ജാഹിലിന്റേതല്ലാത്ത പുസ്തകം ഏതാണ് എന്നാണ്. കിതാബുൽ ഹയവാൻ, അദബുൽ കാത്തിബ്, കിതാബുൽ ബുഖല, അൽ ബയാൻ വ തബീൻ. ഇത് മൂന്നും അബ്ബാസി കാലഘട്ടത്തിലുള്ളതാണ്. പക്ഷേ ഇതിലൊരെണ്ണം ജാഹിലിന്റേതല്ല. ബാക്കി മൂന്നും ജാഹിലിന്റേതാണ്. ജാഹിലിനെ നമ്മൾ പഠിച്ച സമയത്ത് ഈ പുസ്തകവും നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? അദബുൽ കാത്തിബാണ്. അദബുൽ കാത്തിബ് ഇബ്നു ഖുതൈബയുടേതാണ് കേട്ടോ. 100ാമത്തെ ക്വസ്റ്റ്യൻ. വയൗമ തഖൂമു സ്സാഅതു യഖ്സിമുൽ മുജ്രിമൂന മാ ലബിസു ഗൈറ സാഅ. ഇത് ഒരു ഖുർആൻ വചനമാണ്. അതിനപ്പുറം നമ്മൾ ബലാഗ പഠിക്കുന്ന സമയത്ത് എന്താണ്? മുഹ്സനാത്തുൽ ലഫ്ലിയ മഅന ആ ഒരു പോർഷൻ ഒക്കെ വരുമ്പോൾ പഠിക്കുന്ന സമയത്ത് മെയിൻലി എന്താണ്? ഇതേ എക്സാമ്പിൾ തന്നെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇതേ എക്സാമ്പിൾ ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും ഉള്ളത്. അപ്പോൾ ഇത് എന്തിന്റെ ഉദാഹരണമാണ് എന്നാണ്. ജിനാസു താമാണോ, സജ ആണോ, തൗരിയാണോ, ജിനാസു നാഖസ് ആണോ? ഇത് ജിനാസിന്റെ എക്സാമ്പിൾ ആണ്. പക്ഷെ ഇവിടെ 2 ടൈപ്പ് ജിനാസ് കൊടുത്തിട്ടുണ്ട്. ജിനാസു താമും ഉണ്ട്, നാഖിസും ഉണ്ട്. എന്താണ് ജിനാസ് എന്ന് പറഞ്ഞാല്? എന്താണ്? സെയിം ആയിട്ടുള്ള ഉച്ചാരണത്തില് സെയിം ആയിട്ടുള്ള 2 പദങ്ങളെ കൊണ്ടുവരും. പക്ഷെ അതിന്റെ അർത്ഥത്തില് വ്യത്യാസം ഉണ്ടാകും. അതിനെയാണ് ജിനാസ് എന്ന് പറയുന്നത്. ജിനാസു താം എന്ന് പറഞ്ഞാല് ഈ സെയിം ആയിട്ടുള്ള പദങ്ങൾ എന്ന് പറഞ്ഞാൽ 4 കാര്യത്തില് യോജിച്ച് വരണം. അങ്ങനെ 4 കാര്യത്തിലും യോജിച്ച് വരാണെങ്കിൽ താമാണ്. ഈ 4 കാര്യത്തിൽ ഏതെങ്കിലും ഒന്നില് വിട്ടുപോയാലോ അത് നാഖിസ് ആണ്. ഏതൊക്കെയാണ് ആ 4 കാര്യങ്ങൾ? ലഫ്ലില്, ഷക്കിലില്, നൗഇല്, പിന്നെ എന്തിലാണ്? അദദില്. ഈ 4 കാര്യത്തിലും ഒന്നിച്ചു വരാണെങ്കിൽ അത് താമും
അല്ല എങ്കിൽ ഏതെങ്കിലും ഒന്ന് പോയാൽ അത് നാക്കിസുമാണ്. അപ്പൊ ഇവിടെ എല്ലാം കൊണ്ടും സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ജിനാസു താമാണ് കേട്ടോ. ഇനി 101ാമത്തെ ചോദ്യം, ഇഖ്തർ മിനൽ ആത്തിയ അദീബൻ ലൈസ മിൻ കുത്താബെ മസ്രഹിയ. നാടക എഴുത്തുകാരിലെ പെടാത്തത്. മാറൂൻ നക്കാഷ്, തൗഫീഖുൽ ഹക്കീം, അബ്ദുറഹ്മാൻ റഫത്ത് ബാഷ, അലി അഹമ്മദ് ബാക്സീർ. ആരാണ് ഇതില്? പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് 3 പേരെയും അറിയാം. ആരൊക്കെയാണ് നാടകം എഴുതിയിട്ടുള്ളവരെന്നല്ലേ? മാറൂൻ നക്കാഷ്, ഇതാണ് ബഹീൽ എന്ന നാടകം. തൗഫീഖുൽ ഹക്കീം, അലി അഹമ്മദ് ബാക്സീർ, ഇവര് 3 പേരും നാടകത്തിന്റെ രചയിതാക്കളാണ്. അബ്ദുറഹ്മാൻ റഫത്ത് ബാഷ നാടകകൃത്തല്ല. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം നോക്കാം. നഹ്ജുൽ ബലാഗ മജ്മുഅത്തുൽ ഖുതുബുലി. നഹ്ജുൽ ബലാഗ എന്ന ഗ്രന്ഥം ആരുടെ പ്രസംഗത്തിന്റെ സമാഹാരമാണ്? ഹജ്ജാജ് ഇബ്നു യൂസുഫ്, സിയാദ് ഇബ്നു അബി, അലി ഇബ്നു അബി ത്വാലിബ്, ഉമർ ഇബ്നുൽ ഖത്താബ്. ആരുടേതാണ്? അലി ഇബ്നു അബി ത്വാലിബിന്റെ പ്രസംഗങ്ങള് ഒരുമിച്ച് കൂട്ടിയതാണ് നഹ്ജുൽ ബലാഗ എന്ന ഗ്രന്ഥം. അതൊക്കെ കറക്റ്റ് ആയിരിക്കില്ലേ? അതൊക്കെ നമ്മൾ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇതിനു മുൻപുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വന്നിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഗ്രാമർ കുറച്ച് അധികം വന്നിട്ടുണ്ട്. അതായിരിക്കാം ബുദ്ധിമുട്ട് തോന്നാൻ കാരണം. ലം യസിൽ അൽയുഫു ഇല്ല. ഇത് ഗ്രാമറിന്റെ ഏത് പോർഷൻ എന്ന് വെച്ചാൽ ഗ്രാമറിൽ നിന്നാണ് വന്നത് എങ്കിൽ പോലും നമ്മള് ബേസിക് ആയിട്ട് പഠിക്കുന്ന ഗ്രാമറിൽ നിന്നല്ല അധികവും വന്നിട്ടുള്ളത്. കുറച്ച് എന്താണ് അഡ്വാൻസ്ഡ് ലെവലിലെ ഗ്രാമർ ആണ് ചോദിച്ചിരിക്കുന്നത്. അതായിരിക്കാം നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നാൻ കാരണം. അപ്പോ ഇവിടെ എന്താണ്? ഇല്ല. ഇല്ല വരുന്ന ഏത് ഭാഗത്തിൽ നിന്നാണ്? അൽ മുസ്തസ്ന. അൽ മുസ്തസ്ന ബി ഇല്ല, ആ ഒരു പോർഷനിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഇവിടെ ഇല്ല വന്നിട്ടുണ്ട്. സെന്റൻസ് ആണെങ്കിൽ എന്താണ്? ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ്. നെഗറ്റീവ് സെന്റൻസിന്റെ ഹുക്കും എന്താണ്? ഇല്ല മുസ്തസ്നയില് ഒന്നല്ലെങ്കിൽ ഈ മുസ്തസ്ന മിൻഹുവിന്റെ ഈ ഇതിന്റെ ഇറാബ് സ്വീകരിക്കാം, അല്ല എങ്കിൽ നെസ്ബ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ സഈദനും കറക്റ്റ് ആണ്, സഈദുനും കറക്റ്റ് ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ആയിട്ട് വരാം ഓപ്ഷൻ ഡി ആണ്. എ ആൻഡ് സി ആണ്. അതാണ് 103ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരാം ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം, ഇർത്തഫ സ്വാറൂഹുൽ വത്വനി SLV3 മിൻ മിനസ്വത്തി ശ്രീഹരിക്കോട്ട യൗം. ഇതൊക്കെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ചോദ്യമാണ് അല്ലേ? എന്താണ്? SLV3, നമ്മുടെ SLV3 എന്ന റോക്കറ്റ് ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച ദിവസം ഏതാണ് എന്നാണ്. ഒരു പക്ഷേ വേറെ ദിനങ്ങളൊക്കെ പഠിച്ചു പോയിട്ടുള്ളവരുണ്ടാകാം. ഏതാണ്? ഇതിപ്പോ ഒരു GK പോർഷനിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ആൻസർ 1980 ജൂലൈ 18 ആണ്. ജൂലൈ 18, 1980 ജൂലൈ 18 ഈ ഒരു റോക്കറ്റ് വിക്ഷേപിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ പരീക്ഷണാത്മക ഉപഗ്രഹ വിക്ഷേപണ വാഹനമായിരുന്നു ഇത്. അപ്പോൾ 104ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 105, റബ്ബ ഇന്നി വഹ്നുൽ അളിമി മിന്നി വഷ്ത അല റസു ഷൈബ അൽ ജമാലുൽ ബലാഗി ഫി ആയത്തിൽ കരീമ. ഇതും നമ്മള് ബലാഗ ഈ ഒരു പോർഷൻസ് പഠിക്കുമ്പോൾ നമുക്ക് തന്നിട്ടുള്ള എക്സാമ്പിൾസിലുള്ള, നമുക്ക് ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് എക്സാമ്പിൾസ് കൊടുക്കില്ലേ, അതിൽ പെട്ടിട്ടുള്ള ഒരു ആയത്താണ് ഇത്. എന്തിന്റെ എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞിട്ട് ഇത് എന്താണ്? റബ്ബ ഇന്നി വഹ്നുൽ അളിമി മിന്നി, എന്റെ എന്താണ് എല്ലുകളൊക്കെ ക്ഷയിച്ചു, എന്റെ തല വഷ്ത അല റസു ഷൈബ, എന്റെ തല എന്താണ് കത്തിജ്വലിക്കാൻ തുടങ്ങി എന്ന് പറയാണ്. അപ്പൊ ഇവിടെ എന്താണ് ഇതിന്റെ ഒരു ബലാഗയപരമായിട്ടുള്ള വശം എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത്? അൽ ഇസ്തിആറുൽ മക്കനിയ, അൽ ഇസ്തിആറു തസ്രീഹിയ, അത്തശ്ബീഹുൽ ളിംനി, ജമീഉൽ ഇജാബാതു ഹാത്തിർ. ഇതാണ് ഇസ്തിആറ മക്കനിയാണ്. കാരണം എന്താണോ മുഷബ്ബഹ്, എന്താണോ സാദൃശ്യപ്പെടുത്തുന്നത് അത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ മുഷബ്ബഹ് ബിഹി, എന്തിനോടാണ് സാദൃശ്യപ്പെടുത്തുന്നത് എന്ന് കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ മുഷബ്ബഹ് ബിഹിയെ വ്യക്തമാക്കാത്തത് ഇസ്തിആറ അൽ മക്കനിയാണ്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. ആ തഫ്സീറുൽ മഷ്ഹൂർ ലി ഇമാം അബി ജഅഫർ മുഹമ്മദ് ഇബ്നു ജരീർ അത്തൊബരി. അദ്ദേഹത്തിന്റെ തൊബരിയുടെ പ്രശസ്തമായ തഫ്സീറിന്റെ പേരെന്താണ് എന്നാണ്. ജാമിഉൽ ബയാൻ വ തഅ്വീലുൽ ഖുർആൻ, തഫ്സീറുൽ ഖുർആനുൽ കരീം, ജാമിഉൽ ലി അഹ്കാമിൽ ഖുർആനുൽ കരീം, തൈസീറുൽ കരീം അർ റഹ്മാൻ ഫി തഫ്സീറി കലാമിൽ മന്നാൻ. ഏതാണ് കറക്റ്റ് ആൻസർ വരാ? ജാമിഉൽ ബയാൻ
വ തഅ്വീലുൽ ഖുർആൻ, തഫ്സീർ പോർഷനിൽ നിന്ന് അല്ലെങ്കിൽ ഖുർആൻ ഹദീസ് പോർഷനിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണ്. 107 അവ്വലു മൻ വലഅ ഇൽമുൽ അറൂൽ. ഇൽമുൽ അറൂൽ ഇതും സിമ്പിൾ ആണ്. ഇതൊക്കെ നമുക്ക് മിക്ക എക്സാംസിനും കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഖലീൽ ഇബ്നു അഹ്മദ് ആണ് അറൂലിന്റെ വാലി ആയിട്ട് അറിയപ്പെടുന്നത്. ഇനിയോ 108ാമത്തെ ചോദ്യം, അവ്വലു മൻ ഖാല അമ്മാ ബഅദു ഫിൽ ഖുതുബ. പ്രസംഗത്തില് ഖുതുബയില് അമ്മാ ബഅദ് ആദ്യമായി യൂസ് ചെയ്തത് ആരാണെന്ന്. ഇതും നമുക്ക് കണ്ടു പരിചയമുള്ള ചോദ്യമാണ്. ഏതാണ്? ഖുസ് ഇബ്നു സായിദത്തുൽ ഇയാദിയാണ് ആദ്യമായിട്ട് പ്രസംഗത്തില് അമ്മാ ബഅദ് യൂസ് ചെയ്യുന്നത്. 109 ഫൻഫജറത് മിൻഹു ഇസ്നത അശറത ഐനൻ സബബു നുസിബ ഇസ്നത അശറ. ഇസ്നത അശറ എന്ന് പറയാൻ കാരണം എന്താണ്? എന്തിനാണ് അവിടെ നസ്ബ് കൊടുത്തതെന്ന്? അലാ അന്നഹു അദദുൻ മുറക്കബ് വ മബ്നിയുൻ അലൽ ഫത്ഹി അലാ അന്നഹു തമീസ് അലാ അന്നഹു മഫ്ഊൽ ജമീഉൽ ഇജാബാതി സ്വഹീഹുൻ. ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ എ ആണ്. അലാ അന്നഹു അദദുൻ മുറക്കബ് വ മബ്നിയുൻ അലൽ ഫത്ഹ്. ഇതൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ചോദ്യമായിരിക്കാം. കാരണം ഇതൊക്കെ എന്താണ്? സിമ്പിൾ ഗ്രാമറിൽ നിന്ന് വന്നിട്ടുള്ളതല്ല, മറിച്ച് അഡ്വാൻസ്ഡ് ലെവലിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. 110 ഇഷ്തഹറ ഹസ്സാൻ ഇബ്നു സാബിത്ത്. ഇത് സിമ്പിൾ ആണ്. ഇത് നമ്മൾ എന്താണ് ഒരുപാട് തവണ പഠിച്ചിട്ടുള്ളതാണ്. ഹസ്സാൻ ഇബ്നു സാബിത്ത് എങ്ങനെയാണ് അറിയപ്പെട്ടത്? നമ്മുടെ ക്ലാസ്സിൽ മുഹ്ലറമീൻ എന്നൊരു പോർഷൻ വെച്ചിട്ട് നമ്മൾ മുഹ്ലറമീനായ 4 കവികളെ പറ്റിയും നമ്മുടെ എന്താണ് യൂട്യൂബ് സെഷനിൽ നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ ഹസ്സാൻ ഇബ്നു സാബിത്ത് എങ്ങനെയാണ് അറിയപ്പെട്ടത്? ഷാഇറുർ റസൂൽ. ഷാഇറുർ റസൂൽ എന്നാണ് ഹസ്സാനു സാബിത്ത് അറിയപ്പെട്ടത്. 111 വലഖദ് സയ്യന്ന സമാഅ ദുനിയ ബിമസ്വാബിഹ കലിമത്തുൻ തഹ്തഹ ഖത്ത്. ഇക്കൊടുത്ത നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാം, കൊടുത്തിരിക്കുന്നതെല്ലാം ഒരു ബലാഗയിൽ നിന്നൊക്കെ എന്താണ് ഖുർആനിക വചനങ്ങളാണ് അധികവും. അതെന്താണ്? അതിൽ നിന്ന് ബലാഗയും നഹുവും ആണ് ചോദിച്ചിരിക്കുന്നത്. ഖുർആനിൽ നിന്ന് ആയത്തുകൾ എടുത്തിട്ട് അതിലെ നഹുവും അതിലെ ബലാഗയും ഒക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ മസ്വാബീഹ് ഇതിന്റെ ഇറാബ് എന്താണെന്നാണ് ചോദ്യം. മൻസൂബുൻ ബിൽ ഫതഹത്തി മജ്റൂറും ബിൽ കസ്റത്തി മജ്റൂറും ബിൽ ഫതഹത്തി ജമീഉൽ ഇജാബാത്തിൽ ഖാത്തിയ. എന്താണ് ഇവിടെ ശരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ വരാം മജ്റൂറും ബിൽ ഫതഹത്തി. എന്താണ് അത് ഫതഹ് കൊണ്ട് ജർ ചെയ്തത്? കാരണം മസ്വാബീഹ് ഇതൊരു മുൻതഹൽ ജുമു ആണ്, അതായത് അത് മംനുഉ മിനസ് സ്വറഫ് ആണ്. അതുകൊണ്ട് മജ്റൂറും ബിൽ ഫതഹത്തി ആയി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 112ാമത്തെ ചോദ്യം, ഇഖ്തർ മിനൽ ആതിയ ഖസീദത്തുൻ ലൈസത് മിൻ തഅലീഫാത്തി നിവാൽ മഹന്നി. നിവാൽ മഹന്നിയുടെ രചനയിൽ പെടാത്തത്. ഇതും ഒരു പക്ഷേ ബുദ്ധിമുട്ടായേക്കാം. എന്ന് വെച്ചാൽ അധികം നമുക്ക് കേട്ട് പരിചയമില്ലാത്ത ആളാണ് നിവാൽ മഹന്നി. ഏതാണ്? അൽ ഫാരിസ് വൽ അമീറ ഖവാതിറു ഷായർ ദാത്തു മർറ അലാ ഉത്തുബാത്തിൽ ഖുദ്സ്. ഏതാണ് കറക്റ്റ് ആൻസർ? നിവാൽ മഹന്നിയുടേതല്ലാത്തത് ഓപ്ഷൻ ബി ആണ്. ഖവാതിറു ഷായിർ ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. അത് നിവാൽ മഹന്നിയുടേതല്ല. 113 വൈദാ തവല്ല സാഫിൽ അർളിൽ യുഫ്സിദ ഫീഹാ വയുഹ്ലികൽ ഹർസ് വന്നസൽ അൽ മുറാദ് ബിൽ ഹർസ് വന്നസൽ. എന്താണ് ഹർസ് വന്നസൽ? ഇതും ഖുർആനിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണ്. ഖുർആനിന്റെ അപ്പോൾ തഫ്സീർ അറിയാവുന്നവരാണെങ്കിൽ ഇതിന്റെ ആൻസർ കിട്ടും. എന്താണ്? അൽ ബർറ് വൽ ബഹറാണോ അല്ലെ അയ്യാലാണോ ഔലാദ് വൽ ഷുയൂഖ് ആണോ നബാത്താത്ത് വൽ ഹയവാനാത്ത് ആണോ? ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 113ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. 114 റിവായത്തു സൈനബ് ബിൻ തഅലീഫി അൽ കാത്തിബ്. സൈനബ് ഇതും നമ്മള് വിട്ട് കളയാതെ പഠിക്കേണ്ട പോർഷൻ ആണ്. സൈനബ് ആരുടെ രചനയാണ് എന്നാണ്. മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ, അബ്ബാസ് മഹ്മൂദ് അലുക്കാദ്, ത്വാഹ ഹുസൈൻ, നജീബ് മഹ്ഫൂൽ. ആരുടേതാണ് സൈനബിന്റെ പ്രത്യേകത? ആ ഒരു നോവലിന്റെ പ്രത്യേകത എന്താണ്? അറബി ഭാഷയിലെ ആദ്യത്തെ നോവൽ എന്നറിയപ്പെടുന്നതാണ് സൈനബ്. അതിന്റെ രചയിതാവ് മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ. ഇതൊന്നും ആരും തെറ്റിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എന്റെ പ്രതീക്ഷ. 115 ഷായിറുൻ ലൈസ മിൻ ഉദബാഇൽ മിഹ്ജർ. മിഹ്ജറിലെ പെടാത്ത ഷായിർ ആരാണ് എന്ന്. മിഹായിൽ നഈമ, ജിബ്രാൻ ഖലീൽ ജിബ്രാൻ, ഈലിയ അബു മാലി, ദഅബലുൽ ഖസായി. ആരാണ് മിഹ്ജറിലെ പെടാത്ത ആള്? ജിബ്രാൻ ഖലീൽ ജിബ്രാന്റെയും മിഹായിൽ നഈമയും ഈലിയ അബു മാലിയൊക്കെ നമുക്കറിയാം അല്ലെ. ഇവരൊക്കെ മിഹ്ജരീങ്ങളാണ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരാം ഓപ്ഷൻ ഡി ആണ്, ദഅബലുൽ ഖസായി ആണ്. 116ാമത്തെ ചോദ്യം, മുഅല്ലിഫു കിതാബി മാദാ അസ്റൽ ആലം ബിഇൻഹിതാത്തിൽ
മുസ്ലിമീൻ. ഇതും നമ്മൾ പഠിച്ചതാണ്, നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയതാണ്. ആരുടേതാണ് മാദാ ഹസ്റൽ ആലം ബിൻ ഹിതാത്തുൽ മുസ്ലിമീൻ? അബുൽ ഹസൻ അലി ഹസൻ അന്നദ്വിയുടേതാണ് ആ പുസ്തകം. ഷരിബ്തു അശ്ശായ് സാഹിനൻ വദഹബ്തു ഇലൽ മദ്രസതി മാഷിയൻ. സ്വാഹിബു ഹാലി ഫി ഹാദിഹിൽ ജുംല. ഈ കൊടുത്തിരിക്കുന്നതില് സ്വാഹിബു ഹാല് എന്ന് വെച്ചാൽ രണ്ട് അവസ്ഥകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ സ്വാഹിബ് ആരാണെന്നാണ് ചോദ്യം. ഷെരിബ്തു നമുക്ക് നോക്കാം. ഷെരിബ്തു ഞാൻ കുടിച്ചു. എന്ത്? ഷായ് ചായ കുടിച്ചു. സാഹിനൻ എങ്ങനത്തെ ചായ? ഹോട്ടായിട്ടുള്ള ചൂടായിട്ടുള്ള ചായ കുടിച്ചു. വദഹബ്തു ഇലൽ മദ്രസതി മാഷിയൻ മദ്രസയിലേക്ക് എങ്ങനെ പോയി? നടന്നു പോയി. ആരാണ് പോയത്? ഞാനാണ് പോയത്. അപ്പോ ഇവിടെ ആരൊക്കെയാണ് സ്വാഹിബ് വരാ? സാഹിനനും മാഷിയനുമാണ് ഇവിടത്തെ ഹാല്. സാഹിനൻ ചൂട്. എന്തിനായിരുന്നു ചൂട്? ചായക്കായിരുന്നു ചൂട്. അപ്പൊ ഒരു സ്വാഹിബുൽ ഹാൽ ആരാണ്? ചായയാണ്. ഇവിടെ രണ്ട് ഓപ്ഷനില് ചായ വന്നിട്ടുണ്ട്. പിന്നെയോ വദഹബ്തു ഇലൽ മദ്രസത്തി മാഷിയൻ നടന്നുകൊണ്ട്, അതൊരവസ്ഥയാണ്. അപ്പോ നടന്നു പോയത് ആരാണ്? ഞാനാണ്. അപ്പോ ഞാൻ ദഹബ്തു വന്നത് എവിടെയാണ്? ഇവിടെയാണ് വന്നത്. അപ്പോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇത് ഹാലിൽ നിന്ന് വന്നിട്ടുള്ള, അല്ലെങ്കിൽ നഹ്വിലെ ഹാൽ എന്ന പോർഷനിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണ്. ലൈസൽ അരീബു അരീബു ഷാമി വൽ യമൻ ഇന്നൽ അരീബു അരീബുൽ ലഹ്ദി വൽ ഖബർ. ഇതിന്റെ ബഹർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബഹറിൽ നിന്നും എന്താണെങ്കിലും ഒരു ചോദ്യം ഉണ്ടാകുന്ന നമുക്കറിയാം അല്ലെ, നമ്മൾ പറഞ്ഞിരുന്നതാണ്. അപ്പോ ഏത് ബഹറാണ്? കാമിലാണോ, വാഫിറാണോ, തൊവീലാണോ, ബസീത്ത് ആണോ? ഓപ്ഷൻ ഡി ആണ്, ബസീത്ത് ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അടുത്ത ചോദ്യം 119ാമത്തെ ചോദ്യം. അസ്ബഹ ഡാഷ് ലായിബാനി നശീത്വൈനി അല്ലായിബൈനി നശീത്വൈനി അല്ലായിബാനി നശീത്വാനി അല്ലായിബൈനി നശീത്വാനി. ഇവിടെ എന്താണ്? അസ്ബഹയാണ് വന്നിട്ടുള്ളത്. അസ്ബഹ എന്തിന്റെ സിസ്റ്റർ ആണ്? കാനയുടെ സിസ്റ്റർ ആണ് അല്ലെ. കാനാവ അഹ്വാത്തുഹയിൽ പെട്ടതാണ് അസ്ബഹ. അപ്പൊ അവിടുത്തെ റൂൾ എന്താണ്? ആദ്യത്തെ എന്താണ്? മുബ്തദയിന് നമ്മൾ റഫ് കൊടുക്കണം, പിന്നെയോ ഖബറിന് നസ്ബും കൊടുക്കണം. അതാണ് കാനയുടെ റൂള്. അപ്പൊ ഇവിടെ ഇത് വന്നിരിക്കുന്നതെല്ലാം എന്താണ്? മുസന്നയാണ് അല്ലെ. മുസന്ന എങ്ങനെയാണ് റഫ് ചെയ്യുന്നത്? മുസന്ന റഫ് ചെയ്യുന്നത് അലിഫ് കൊണ്ടാണ്. അപ്പൊ തന്നെ ഇതുമല്ല ഇതുമല്ല. പിന്നെയോ നസ്ബ് ചെയ്യുന്നത് യാവ് കൊണ്ടാണ്. അപ്പോ ലായിബാനി നശീത്വൈനി ഇതാണ് കറക്റ്റ് ആൻസർ. ഇവിടെ അലിഫാണ്. അപ്പോൾ ഫസ്റ്റ് റഫ് ചെയ്യുന്നത് അലിഫ് കൊണ്ടും നസ്ബ് ചെയ്യുന്നത് യാവ് കൊണ്ടും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 120ാമത്തെ ചോദ്യം. വലത് സലാസത്തല്ലദീന ഹല്ലഫു ഹത്താ ഇദാ ലുഅഖത് അലൈഹിമുൽ അർദ് മനില്ലദീന തഖൽ അനിൽ ജിഹാദ്. ഇതും ഖുർആനിലെ ഒരു ആയത്താണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ചോദ്യങ്ങൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഖുർആനിൽ നിന്നും എന്താണ്? ഖുർആനിൽ നിന്നാണ് അധികവും വന്നിട്ടുള്ളത്. പക്ഷെ എന്താണ്? ഖുർആനിലെ എന്താണ് ആ ഒരു സാഹിത്യ മേഖല, ഖുർആനിന്റെ സാഹിത്യ വശം അല്ലെങ്കിൽ അതിന്റെ ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ള വശത്തിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് പഠിക്കുമ്പോൾ ആ ഒരു ഏരിയ എയിം ചെയ്തിട്ട് വേണം പഠിക്കാൻ. അപ്പൊ ഇവിടുത്തെ ചോദ്യം എന്താണ്? ഇത് തഫ്സീർ ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നതാണ്. ഈ 3 പേരെ പറഞ്ഞത്, ഈ മെൻഷൻ ചെയ്ത 3 പേര് ആരൊക്കെയാണ് എന്നാണ്. ആരൊക്കെയാണ്? ജാബിർ ഇബ്നു അബ്ദുള്ള, മുറാറത്ത് ഇബ്നു റബിയ, കഅബ് ഇബ്നു മാലിക്, ഹിലാൽ ഇബ്നു ഉമയ്യ, അബൂ സുഫ്യാൻ ഇബ്നു ഹറബ്, കഅബ് ഇബ്നു മാലിക്, ഹിലാൽ ഇബ്നു ഉമയ്യ, മിറാറത്ത് ഇബ്നു റബിയ, കഅബ് ഇബ്നു മാലിക്, ഹിലാൽ ഇബ്നു ഉമയ്യ, മുറാറത്ത് ഇബ്നു റബിയ, മിസ്താഹ് ഇബ്നു അത്താസ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഹിലാൽ ഇബ്നു ഉമയ്യ, മുറാറത്ത് ഇബ്നു റബിയ, കഅബ് ഇബ്നു മാലിക്. ഇതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഈ ഒരു ആൻസർ കീ അനലൈസിസ് നോക്കിയിട്ട് നിങ്ങൾക്കൊരു 85-90 റേഞ്ചിൽ അല്ലെങ്കിൽ എബവ് 85-90 എബവ് മാർക്ക് കിട്ടുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഇൻഷാല്ലാ ഈ ഒരു കേട്ടിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്രാക്ക് ചെയ്യുന്നവരോടാണ് നിങ്ങൾ ഇവിടെ വെച്ചിട്ട് ഈ പഠനം നിർത്തരുത്. നിങ്ങളുടെ അടുത്ത ലക്ഷ്യം എന്താണ്? JLT അറബിക് ആണ് അല്ലേ. നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. അതിന്റെ കഴിഞ്ഞ ആഴ്ചയായിരുന്നു നമ്മുടെ അതിന്റെ എന്താണ് ലാസ്റ്റ് ഡേറ്റ് വന്നിരുന്നത്. ഇനിയും നമുക്ക് നോട്ടിഫിക്കേഷൻ വരാനുണ്ട്. അപ്പോൾ ഇപ്പോൾ കേട്ടിട്ട് പഠിച്ച് ക്രാക്ക് ചെയ്തവരോട് പറയാനുള്ളതാണ്, നിങ്ങൾ ഇവിടെ വെച്ചിട്ട് കേട്ടിട്ട് കിട്ടി എന്ന് കരുതി ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യരുത്. ഇനി നിങ്ങളുടെ അടുത്ത കടമ്പ JLT അറബിക് ആണ്. അപ്പോൾ എത്രയും വേഗം അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങണം. അപ്പോൾ നമ്മുടെ CCയിൽ ഇപ്പോൾ JLT അറബിക്കിന്റെ
കോഴ്സൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൂടെ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ മെന്ററിങ്ങും സപ്പോർട്ടും ഒക്കെ നമ്മൾ തരുന്നതാണ്. കൃത്യമായ ക്ലാസ്സുകൾ ഉണ്ടാകും. സിലബസ് ബേസ്ഡ് ആയിരിക്കും ക്ലാസ്സുകൾ വരുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഏറ്റവും നല്ല കോച്ചിങ് തന്നെയായിരിക്കും CCയിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ എത്രയും വേഗം നമ്മുടെ JLT അറബിക്കിന്റെ കോഴ്സിലേക്ക് ചേരാൻ നിങ്ങൾ നോക്കുക. ഇൻട്രസ്റ്റ് ഉള്ളവരെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ അറബി ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ട് വരുന്ന പോർഷൻ കഴിഞ്ഞു. 120 ക്വസ്റ്റ്യനോടുകൂടി ആ ഒരു പോർഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് പെഡഗോജി പോർഷൻ ആണ് അല്ലെ. എല്ലാവരും കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന ഭാഗമാണ്. നമുക്ക് നോക്കാം. 121 അൽ കലിമത്തുൻ മുആദില ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്. ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസിന്റെ അറബി പദം അദ്ദക്കാഉൽ റിയാലി, അദ്ദക്കാഉൽ ലുഗവി, അദ്ദക്കാഉൽ മൂസിഖി, അദ്ദക്കാഉൽ മുതഅദ്ദിദ്. ഏതാണ് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്? ദക്കാഉൽ റിയാലി എന്താണ് ഇന്റലക്ച്വൽ അല്ലെങ്കിൽ മാത്സ് ആയിട്ട് കണക്ട് ചെയ്തതാണ്. ലിംഗ്വിസ്റ്റിക് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഭാഷയായിട്ട് കണക്ട് ചെയ്തതാണ്. അപ്പോൾ ഏതാണ്? അദ്ദക്കാഉൽ ലുഗവി ആണ് കറക്റ്റ് ആൻസർ. 121ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം അൽ മുറാദ് ബി ഡാഷ് ഇസ്തിഖ്ദാമുൽ അസ്വാത്ത് വൽ കലിമാത്ത്. എന്താണ് ശബ്ദങ്ങളും പദങ്ങളും യൂസ് ചെയ്തിട്ടുള്ള എന്തോ ഒന്ന്, അതിനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അൽ ലുഗത്തുൽ ഈമായി ആംഗ്യ ഭാഷകൾ. തവാസുൽ ഷഫഹി എന്താണ് ചുണ്ടുപയോഗിച്ചിട്ടുള്ള എന്താണ് ലിപ് കമ്മ്യൂണിക്കേഷൻ. അൽ ലുഗത്തുൽ ജിസ്മി ബോഡി ലാംഗ്വേജ്. തവാസുൽ തഹ്രീരി എഡിറ്റോറിയൽ കമ്മ്യൂണിക്കേഷൻ. ഏതാണ്? തവാസുൽ ഷഫഹി ആണ് 122ന്റെ കറക്റ്റ് ആൻസർ. അൽ കലിമത്തുൻ മുആദില ഇക്തിസാബിൽ ലുഗ. ഇക്തിസാബിൽ ലുഗ ഇത് നമ്മുടെ ഒരു എന്താണ് ചാപ്റ്റർ തന്നെ ഉണ്ടല്ലേ. ലാംഗ്വേജ് അക്വിസിഷൻ. എന്താണ് ഇക്തിസാബുൽ ലുഗ? അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് ചോദിച്ചത്. ലാംഗ്വേജ് അക്വിസിഷൻ. 124 ഇഖ്തറ സ്വഹീഹ് മിന ത്വാലിയ. താഴെ കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ആയത് സ്വഹീഹ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? മഹാരത്ത്, സ്കിൽ, തശ്ഖീസ്, പേഴ്സണാലിറ്റി, അൽ വഹദത്ത് വൻ, അൽ മുഹാദസ, മോഡേണിറ്റി. മഹാരത്ത് ആണ് കറക്റ്റ് ആൻസർ. മഹാരത്ത് മാന സ്കിൽ ആണ്. അടുത്ത ചോദ്യം 125ാമത്തെ ചോദ്യം അമലിയത്തു ഡാഷ്. എന്തോ ഒരു പ്രോസസ്സിനെ പറ്റിയാണ് ചോദിക്കുന്നത്. ഹിയ ഇബാറത്തുൻ അൻ നശാത്തുൻ ഇദാരി യുകയസു ബി ദിക്കത്തിൻ മുദ്ദ തഹ്ഖീഖുൽ അഹ്ദാഫിൽ മത്ലൂബ. അതെന്താണ്? തുലനം ചെയ്യാനാണ്, അളവുകൾ നോക്കാനാണ്. എന്തിന്? നമ്മുടെ ഗോൾസ് ഒക്കെ നമ്മൾ അച്ചീവ് ചെയ്തോ എന്നറിയാൻ വേണ്ടിയുള്ള ഒരു മെഷറിങ്. അതിനെ പറയുന്ന പേരെന്താണെന്ന്? തദ്രീസ് ആണോ, തക്വീമാണോ, താലീമാണോ, തഅല്ലുമാണോ? തക്വീം. എന്താണ്? ഇവാലുവേഷൻ ആണ്. നമ്മൾ ഓരോ പല ടൈപ്പിലുള്ള ഇവാലുവേഷൻ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. 127 ഇഖ്തറ ഇബാറത്തുൻ സ്വഹീഹ. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് സെലക്ട് ചെയ്യാൻ. അൽ അസ ഹിയ ലൈസത് മിൻ വസായില് തഅലീമിയ. അസ എന്താണ്? വടി, സ്റ്റിക്ക്. ഹിയ ലൈസത് മിൻ വസായില് തഅലീമിയ. അത് നമ്മൾ എന്താണ്? ടീച്ചിങ് എയ്ഡില് പെട്ടത് അല്ല. അൽ കിതാബു ദാരിസ് എന്താണ്? ടെക്സ്റ്റ് ബുക്ക്. ഹുവ ലൈസത് മിൻ വസായില് തദ്രീസിയ. അത് ടീച്ചിങ് എയ്ഡില് പെട്ടതല്ല. അൽ കിതാബുൽ മുക്കറർ ടീച്ചേഴ്സ് ബുക്ക്, ടീച്ചേഴ്സ് ഹാൻഡ് ബുക്ക് എന്താണ്? അത് വസായില് തഅലീമിയ ടീച്ചിങ് എയ്ഡില് പെട്ടതല്ല. അൽ വസായിത്തിൽ മുതഅദ്ദിദ മൾട്ടിമീഡിയ എന്താണ്? ഹിയ ലൈസത് മിൻ വസായില് തഅലീമിയ. അത് ടീച്ചിങ് എയ്ഡില് പെട്ടതല്ല. അപ്പൊ ഇവിടെ ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ബാക്കി മൂന്നും ടീച്ചിങ് എയ്ഡില് പെട്ടതാണ്. 128 അദദുൽ മഹാറാത്തിൽ ലുഗവിയ അൽ അസാസിയ. ഏതൊക്കെയാണ് ഭാഷയുടെ മെയിൻ ആയിട്ടുള്ള സ്കിൽസ്? ബേസിക് ആയിട്ടുള്ള സ്കിൽസ് എത്ര എണ്ണം ഉണ്ട്? LSR W എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. പെഡഗോജി കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു കേട്ടോ. അത്ര പാടുള്ളതല്ല. പെഡഗോജി എന്ന് വെച്ചാൽ കാറ്റഗറി 3 അല്ലേ. കാറ്റഗറി 3 എന്ന് പറയുമ്പോൾ B.Ed പഠിച്ചവർ എഴുതുന്ന എക്സാം ആണ്. അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി പെഡഗോജി എളുപ്പമാണ് മറ്റു പേപ്പറൊക്കെ വെച്ച് നോക്കുമ്പോൾ. 129 മഹാറാത്തുൻ ഡാഷ് ഹിയ അല്ലത്തി തഹ്താജു ഫി ശഖ്സി തർക്കീസ് ലിൽ ഇസ്തിമാഇൽ ആഖിരി. മറ്റൊരാളെ ലിസൺ ചെയ്യുക അല്ലെങ്കിൽ മറ്റൊരാളെ കേൾക്കുന്നത്, ആ ഒരു കഴിവിനെ, ആ ഒരു സ്കില്ലിനെ പറയുന്നത് ഇസ്തിമാ, തഹദ്ദുസ്, അൽ ഖിറാഅ, അൽ കിതാബ എന്നാണ്. ഇസ്തിമാ ആണ്, ലിസണിങ് സ്കില്ലാണത്. 130ാമത്തെ ചോദ്യം അദ്നാ വഹദത്തുൽ ലുഗവിയ ലി തവാസുലിൻ യുറഫു ബി. അദ്നാ വഹദത്ത് ഏറ്റവും
ചെറിയ യൂണിറ്റ് എന്ത് ലുഗവിയ ഭാഷയിൽ അല്ലെങ്കിൽ തവാസ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന ഏറ്റവും ചെറിയ യൂണിറ്റ് എന്താണ്? മുഹാദസ തഹദ്ദുസ് അൽ ഹിവാർ അൽ കലാം. എന്താണ്? കലാമാണ്, വേർഡ്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കലാമാണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. 131 അൽ ഇഖ്തിബാർ ഡാഷ് മിന തക്വീമിൽ മുസ്തമിർ അൽ മുസ്തവൈബ്. ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആയിരുന്നു. CCE എന്താണ്? കണ്ടിന്യൂസ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ അല്ലെ? കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ. അതിൽ പെട്ടത് എന്താണ് എന്നാണ്? ഇഖ്തിബാറു ദൗരി ആണോ, ഇഖ്തിബാറു ഫസലു ദിറാസി ആണോ, ഇഖ്തിബാറു സൊഫി ആണോ, അല്ലെ ഇഖ്തിബാറു സനവി ആണോ? ഓപ്ഷൻ സി ആണ്. ക്ലാസ് ടെസ്റ്റ് CCEയിൽ പെട്ടിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം 132. യുഇദ്ദു ഡാഷ് അൽ മസ്ദറുൽ അസാസി ലിതഅല്ലുമൽ ലുഗ ലിൽ മുതാലിബ് ലിത്വാലിബുൽ ഖാരിജി സഫ്. എന്താണ്? ക്ലാസിന്റെ പുറത്ത് ഒരു ഭാഷ പഠിക്കുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള മസ്ദർ ആയിട്ട് കണക്കാക്കുന്നത് എന്താണ്? ആ തവാസുൽ അൽ ഇബ്ദാ തഹ്രീർ നഖത്. എന്നാണ്? തവാസുൽ ആണ്, കമ്മ്യൂണിക്കേഷൻ ആണ്. ക്ലാസിന്റെ പുറത്ത് പുതിയൊരു ഭാഷ പഠിക്കുന്നത് എങ്ങനെയാണ്? ഒരു കമ്മ്യൂണിക്കേഷൻ വഴിയാണ്. നോം ചോംസ്കി റായിദു. നോം ചോംസ്കി എന്തിന്റെ റായിദാണ്? ഖവായിദുൽ ലുഗത്തുൽ ഗർബിയ, ഖവായിദുൽ ലുഗത്തുൽ ഇൽമിയ, ഖവായിദുൽ ലുഗത്തുൽ ആലമിയ, ഖവായിദുൽ ലുഗത്തുൽ ഗർബിയ. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. എന്താണ്? യൂണിവേഴ്സൽ ഗ്രാമറിന്റെ വക്താവ്. 134. സുമ്മിയത്ത ത്വരീഖത്തുൽ ഇൽക്കായിയ വി ത്വരീഖത്തി. ത്വരീഖത്തുൽ ഇൽക്കായിയയുടെ മറ്റൊരു പേര് എന്നാണ്? ത്വരീഖത്തുൽ മുഹാലറ. ത്വരീഖത്തുൽ മുഹാലറയുടെ ത്വരീഖത്തുൽ ഇൽക്കായിയയുടെ മറ്റൊരു പേരാണ് ത്വരീഖത്തുൽ മുഹാലറ, ലെക്ചർ മെത്തേഡ്. 135. റായിദു നഗരിയത്തു സക്കാവുൽ മുതഅദ്ദിദ്. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന ആ ഒരു തിയറിയുടെ അല്ലെങ്കിൽ ആ ഒരു വീക്ഷണത്തിന്റെ റായിദായിട്ട് അറിയപ്പെടുന്നത് ഹോവാർഡ് ഗാർട്ട്നർ ആണ്. ഹോവാർഡ് ഗാർട്ട്നർ ആണ് കറക്റ്റ് ആൻസർ. 136. മിനൽ മഹാറാത്തിൽ ലുഗവിയാൽ ഇസ്തിഖ്ബാലിയ. എന്താണ്? റിസപ്റ്റീവ് സ്കില്ലായിട്ട് ഭാഷയുടെ അൽ കിറാഅത്ത് വൽ കിതാബ, എഴുത്തും വായനയും. അൽ കിറാഅത്ത് വൽ തഹദ്ദുസ്, എഴുത്തും സംസാരവും. അൽ ഇസ്തിമാ വൽ കിറാ, കേൾക്കാനും വായിക്കാനും പറ്റും. അൽ ഇസ്തിമാ വൽ കലാം, കേൾക്കാനും സംസാരിക്കാനും പറ്റുന്നതിൽ കറക്റ്റ് ആൻസർ വരാ ഓപ്ഷൻ സി ആണ്. കേൾവിയും വായനയുമാണ്. എന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഒരു കുട്ടീനെ നമ്മൾ സ്കൂളിലൊക്കെ ചേർക്കുമ്പോൾ എന്തുകൊണ്ടാണ് പഠിപ്പിച്ചു തുടങ്ങുന്നത്? ആ ഒരു കേട്ട് വായനയിലാണല്ലേ തുടങ്ങുന്നത്. അപ്പോൾ ഇസ്തിമാവ് വൽ കിറായാണ് റിസപ്റ്റീവ് സ്കിൽസിൽ പെട്ടിട്ടുള്ളത്. 137. ഇഖ്തറ തർത്തീബുൽ അസ്ഹ ഫിൽ മഹാറാത്തിൽ ലുഗവിയ. നമുക്കറിയാം ഈ ഒരു സ്കില്ല് നമ്മളൊരു ഓർഡറിലാണല്ലേ പഠിച്ചു വെച്ചിരിക്കുന്നത്. എന്താണ്? LSRW, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. അപ്പോൾ ഇതിൽ ലിസണിങ് വേണം നമുക്ക് ഏറ്റവും ആദ്യം വരാൻ. ലിസണിങ് എന്താണ്? ഇസ്തിമാ ആണ്. ഇസ്തിമാ ആദ്യം ഇവിടെ മാത്രമേ ഓപ്ഷൻ ഡിയിൽ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് തന്നെയാണ് കറക്റ്റ് ആൻസർ. ലിസണിങ്, സ്പീക്കിംഗ്, തഹദ്ദുസ്, റീഡിങ് അൽ ഖിറാഅ ആൻഡ് റൈറ്റിംഗ് അൽ കിതാബ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി 138. തൻകസിമു അൽ മഹാറാത്തുൽ ലുഗവിയ ഇലാ ഖിസ്മൈൻ ഹുമ. ഭാഷാ കഴിവിനെ അല്ലെങ്കിൽ ലാംഗ്വേജ് സ്കില്ലിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ്? അൽ മഹാറാത്തുൽ മുഹാദസ വ മഹാറാത്തുൽ തവാസുൽ, മഹാറാത്തുൽ കലാം വ മഹാറാത്തുൽ ഖത്ത്, മഹാറാത്തുൽ ഇസ്തിഖ്ബാലിയ വ മഹാറാത്തുൽ ഇൻതാജിയ, മഹാറാത്തുൽ മുദ്ഖലാത്ത് വ മഹാറാത്തുൽ മുഖ്രിജാത്ത്. ഏതാണ് 138ാമത്തെ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ്. റിസപ്റ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ് സ്കില്ലാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരാം. ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. 139. മാലായുലായിമുബി അഹ്മിയത്തി തഖ്തീത്ത് ഫി തദ്രീസ്. ചേരാത്തത് എന്തിനോട്? തഖ്തീത്ത്, പ്ലാനിങ്ങിനോട് ചേർന്ന് വരാത്തത്. തഹ്ദിയത്തു തക്ലീഫൽ ഇദാരിയ. എന്താണ്? ഒരു അധികാര മനോഭാവം അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക് ഒക്കെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ തഈനുൽ വസായിലെ തദ്രീസിയ, ഏതൊക്കെ എയ്ഡ്സ് യൂസ് ചെയ്യണമെന്ന് നിർണ്ണയിക്കല്. ഇക്തിഷാഫുൽ മവാരിദ് ജദീദ, പുതിയ മെറ്റീരിയൽസ് കണ്ടുപിടിക്കല്. ഇഅ്തിബാറു തുല്ലാബുൽ മൗഹൂബി, എന്താണ്? സ്കിൽഡ് ആയിട്ടുള്ള കുട്ടികളെ പരിഗണിക്കല്. അപ്പൊ ഇതിൽ ഏതാണ് ചേരാത്തത്? തഹ്ദിയത്തു തക്ലീഫുൽ ഇദാരിയ എന്നാണ്. ഒരു അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളൊന്നും നമ്മളൊരു പ്ലാനിങ്ങിൽ ചേർക്കേണ്ട ആവശ്യമില്ല.
140 മഹാറത്തുൻ ഡാഷ് ഒരു സ്കില്ലിനെ പറ്റിയാണ് ചോദിക്കുന്നത്. കുതിറത്തുൻ അതൊരു കഴിവാണ്. അല ഇസ്തിഖ്ദാമിൽ ലുഗ ഭാഷയെ ഉപയോഗിക്കാൻ, ലി തവാസുലി എന്തിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ബി ഷക്ലിൻ ഫിആൽ എങ്ങനെ എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, മാ അല്ലാഹിരീൻ മറ്റുള്ളവരുമായിട്ട്. അത് എന്ത് സ്കില്ലാണ്? ഇൻസ്വാത്ത് ആണോ, കിതാബത്ത് ആണോ, ഇസ്തിമാ ആണോ, തഹദ്ദുസ് ആണോ? ഏതാണ്? തഹദ്ദുസ് ആണ്, സ്പീക്കിംഗ് സ്കില്ലാണത്. പിന്നെയോ 141 മഹാറാത്തുൻ ഡാഷ് അതും മറ്റൊരു സ്കില്ലിനെ പറ്റിയാണ് ചോദിക്കുന്നത്. ഹിയ ഫന്നു തഅബീർ അത് ആവിഷ്കരിക്കുന്ന ഒരു കലയാണ്. അനിൽ മശായിരി ചിന്തകളെയും, വൽ അഫ്ഗാൻ ചിന്തകളെയും വികാരങ്ങളെയും, തഹ്രീരിയൻ എഡിറ്റോറിയൽ ആയിട്ട്. തഹ്രീർ എന്ന വാക്ക് വരുമ്പോൾ തന്നെ അറിയാം അതെന്താണ്? കിതാബത്താണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 142 യജ്രി ഡാഷ് ബിദായത്തു സന ദിറാസിയ എന്താണ്? തഖ്തീത്തു സനവി, തഖ്തീത്തുൽ ഉസ്ബോയി, തഖ്തീത്തു ഷഹരി, തഖ്തീത്തുൽ യൗമീദും പ്ലാനിങ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. എന്താണ്? തഖ്തീത്തു സനവി ആണ് കറക്റ്റ് ആൻസർ. ഒരു ഇയറിലെ പ്ലാൻ എപ്പോഴാണ്? ആ ഒരു വർഷം ആരംഭിക്കുമ്പോൾ തന്നെ ബിദായത്തു സനത്തി ദിറാസിയ ഒരു അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ തഖ്തീത്തു സനവിയും ആരംഭിക്കുന്നുണ്ട്. 143 മിൻ അഖ്ദമി ത്വറായി കല്ലത്തി ഇസ്തഖ്ദമത് ഫി തദ്രീസിൽ ലുഗാത്തുൽ അജ്നബിയ വൈദേശിക ഭാഷകൾ പഠിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ള ഭാഷകൾ നമ്മുടെ മദർ ടങ് അല്ലാത്ത മറ്റു ഭാഷകൾ പഠിക്കുന്നതിൽ ഏറ്റവും പഴയ മെത്തേഡ്, അത് പഠിക്കാൻ ഉപയോഗിക്കുന്നതിൽ ഏറ്റവും പഴയ മെത്തേഡ് ഏതാണ്? ത്വരീഖത്തുൽ ഖവായിദ് വ തർജുമ അതാണ്. എന്താണ്? ട്രാൻസ്ലേഷൻ മെത്തേഡ്. അതാണ് ഏറ്റവും പഴയ രൂപം. 144 മിൻ അഹമ്മി ത്വറായിക്കൽ മുർത്തക്കിസ അലാ നളറത്തിൽ ബിനായ നളറത്തുൽ ബിനായയുടെ കൺസ്ട്രക്റ്റിവിസത്തിന്റെ മെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ തിയറി സെൻട്രലൈസ് ചെയ്തത് എന്തിലായിരുന്നു? അത്തഅല്ലും ബിൽ ഹിഫ്ള്, അത്തഅല്ലും ബി തൽഖീൻ, അത്തഅല്ലും ബി ഇൽഖ, അത്തഅല്ലും ബിൽ ഇക്തിഷാഫ്. ഏതാണ്? ഡിസ്കവറി ലേണിംഗ് ആണ്, അല്ലെങ്കിൽ കണ്ടുപിടിച്ചിട്ടുള്ള പഠനം എന്ന് വെച്ചാൽ ഒരു വിദ്യാർത്ഥി സ്വയം അറിവുകൾ ഉണ്ടാക്കുക. ആ ഒരു സ്ട്രാറ്റജി ആയിരുന്നു നളറത്തുൽ ബിനായയിൽ പെട്ടവര് കീപ്പ് ചെയ്തത്. 145 മിൻ അൻവായിൽ വസായിത്തിൽ മുതഅദ്ദിദ വസായിത്തിൽ മുതഅദ്ദിദ മൾട്ടിമീഡിയയിൽ പെട്ടത്. റുസൂമുൽ മുതഹരിക അനിമേഷൻ, അൽ അഫ്ലാം ഫിലിംസ്, അന്നസ്തുൽ ഇലക്ട്രോണി ഇലക്ട്രോണിക് ടെക്സ്റ്റ്, ജമിഉ മാ ദക്കറ എല്ലാം മൾട്ടിമീഡിയയിൽ പെട്ടതാണ് അല്ലേ. അപ്പോൾ ജമിഉ മാ ദക്കറയാണ് കറക്റ്റ് ആൻസർ. 146 യഖൂമു അൽ മുദരിസു ബിഡാഷ് ബഅദൽ ഇക്തിശാഫി വൽ മുതാബിഅതി ഇസ്റ കുല്ലു ദറസ് എന്താണ്? മുദരിസ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇക്തിശാഫ്. ബഅദൽ ഇക്തിശാഫി എല്ലാ പാഠങ്ങൾ കഴിഞ്ഞിട്ടും മുദരിസ് നടത്തുന്ന ഒരു ഇവാലുവേഷന് പറയുന്ന പേര് തദ്രീസുൽ ഇലാജി, റെമഡിയൽ ടീച്ചിങ്, തഖ്വീമു ദൗരി, സെമസ്റ്റർ ടെസ്റ്റ്, തഖ്വീമു സൊഫി, ക്ലാസ് ടെസ്റ്റ്, തദ്രീസുൽ ആദി റെഗുലർ ആയിട്ടുള്ള ടീച്ചിങ്. എന്താണ്? തഖ്വീമു സൊഫി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 147 ദാരിസുൻ സൊഫി ഡാഷ് യഖ്റഉ അൽ അൽഫാൽ അൻ ത്വരീഖുൽ ഖിറാഅത്തു റസ്മിയ ഏതാണ്? പിക്ചർ യൂസ് ചെയ്തിട്ടുള്ള വായന, പിക്ചറൈസ്ഡ് ആയിട്ടുള്ള വായന. അത് ഏത് ക്ലാസ്സിലെ കുട്ടിക്കായിരിക്കും? ആഷിർ 10ലാണോ, അൽ അവ്വൽ 1ലാണോ, അസാബി 7ലാണോ, അൽ ഹാമിസ് 5ലാണോ? ഏത് ക്ലാസ്സിലാണ്? ഏറ്റവും ചെറിയ കുട്ടിക്കായിരിക്കും അല്ലെ, അൽ അവ്വൽ 1ാം ക്ലാസ്സിലെ കുട്ടിക്കായിരിക്കും ചിത്രങ്ങൾ ഉപയോഗിച്ച് വായനയൊക്കെ പരിശീലിപ്പിക്കുന്നത്. 148 ഡാഷ് ലൈസമിനൽ വസായിലി തദ്രീസിയ അൽ ബസരിയ വിഷ്വൽ ടീച്ചിങ്ങിന്റെ അല്ലെങ്കിൽ വിഷ്വൽ എയ്ഡ്സിൽ പെടാത്തത്. സബൂറത്തു സൗദ ബ്ലാക്ക് ബോർഡ്, സുവർ പിക്ചേഴ്സ്, അൽ മിൽസഗാത്ത് പോസ്റ്റേഴ്സ്, അൽ മിൽഫു സൗത്തി ഓഡിയോ ഫയൽ. ഏതാണ് അപ്പോ? ഓഡിയോ ഫയൽ ആണ് തെറ്റായത്. ബാക്കിയെല്ലാം വിഷ്വൽ എയ്ഡ്സിൽ പെട്ടതാണ്. ഡാഷ് ഹുവ ആലമു റൂസി BF സ്കിന്നർ, വൈഗോഡ്സ്കി, ഹൊവാർഡ് ഗാർട്ട്നർ, നോം ചോംസ്കി. ഏതാണ്? റഷ്യൻ ആയിട്ടുള്ള ആലം വൈഗോഡ്സ്കി ആണ് കേട്ടാ. അത് അദ്ദേഹം റഷ്യക്കാരനായിരുന്നു. ബാക്കി എല്ലാവരും അമേരിക്കൻസ് ആണ്. 150 ഇഖ്തർ അഹ്സന ത്വരീഖത്തു മിനത്തൊറായിക്ക് തദ്രീസി മബാദിഉൽ ലുഗ ഒരു ഭാഷ പഠിക്കുന്നതിൽ ഏറ്റവും ഭാഷയുടെ പ്രിൻസിപ്പിൾസ്, ലാംഗ്വേജ് പ്രിൻസിപ്പിൾസ് പഠിക്കുന്നതിൽ ഏറ്റവും അഹ്സൻ ആയിട്ടുള്ള ത്വരീഖ ഏതാണ്? ത്വരീഖത്തുൽ മുബാശറ ഡയറക്റ്റ് മെത്തേഡ് ആണ് കറക്റ്റ് ആൻസർ വരാം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. നിങ്ങളുടെ ഒന്ന് ആൻസർ നിങ്ങൾ എഴുതിയ ആൻസേഴ്സ് ആയിട്ടൊന്ന് താരതമ്യപ്പെടുത്തി നോക്കുക. പാടായിരുന്നു എന്ന് ചോദിച്ചാൽ
നമുക്കറിയാം, നമ്മൾ ആ ഫസ്റ്റ് പാർട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു നഹ്വി ആയിട്ടുള്ളതും ബലാഗപരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചധികം വന്നുപോയി. അതായിരിക്കാം നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നിയത്. അതും നഹ്വും ബലാഗയും ഒക്കെ ചോദിച്ചത് സാധാരണ ചോദിക്കുന്ന ഭാഗത്തിൽ നിന്നല്ല, മറിച്ച് ഖുർആനിലെ എക്സാമ്പിൾസ് എടുത്തിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ആൻസേഴ്സ് വരുന്നത്. അത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഇത് കറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള ആൻസർ കീ അല്ല. നിങ്ങൾക്ക് പരീക്ഷാ ഭവനിൽ നിന്നും ഒഫീഷ്യലി ആയിട്ടുള്ള ഒരു ആൻസർ കീ എന്താണെങ്കിലും വരും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ JLT അറബിക്കിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. നിങ്ങൾ മാർക്കൊക്കെ ഒന്ന് നോക്കിയിട്ട് എത്ര മാർക്ക് ഉണ്ട് നോക്കി എന്താണ് ക്രാക്ക് ചെയ്തവരാണ് എങ്കിൽ നമ്മുടെ JLT അറബിക്കിന്റെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. അല്ല, ഇനി മാർക്ക് കുറഞ്ഞു പോയി എന്നോർത്ത് വിഷമിക്കുകയാണ്, ഇത്തവണ കേട്ടിട്ട് ക്രാക്ക് ചെയ്യാൻ സാധ്യതയില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവരാണ് എങ്കിൽ അവരോട് പറയാനുള്ളത്, നമുക്ക് കേട്ടറ്റ് 3 and 4 ക്ലാസ്സുകൾ CCയിൽ അവൈലബിൾ ആണ്. കേട്ടറ്റ് 3 and 4 കോഴ്സുകൾ ഉണ്ട് നമുക്ക്. അവിടെയും നമുക്ക് എന്താണ് കൃത്യമായൊരു സപ്പോർട്ടും മെന്റർഷിപ്പും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നമ്മുടെ ആപ്പ് വഴി നിങ്ങൾക്ക് ക്ലാസ്സുകളെല്ലാം അറ്റൻഡ് ചെയ്യാം. അത് കൂടാതെ നിങ്ങൾക്ക് ലൈവ് സെഷനുകളും ഒക്കെ ഉണ്ടാകും. കൃത്യമായിട്ടുള്ള സപ്പോർട്ടും അതുപോലെ തന്നെ PYQ ഡിസ്കഷനും എല്ലാം ഉണ്ടാകും. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ സോൾവ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഒരു സ്റ്റഡി ടൈം ടേബിൾ വെച്ചിട്ട് കൃത്യമായിട്ടുള്ള രീതിയിലായിരിക്കും നിങ്ങൾക്ക് നമ്മൾ നമ്മുടെ കോഴ്സ് തരുന്നത്. അപ്പോൾ കേട്ടറ്റ് 3 and 4 ഇനി ക്രാക്ക് ചെയ്യാൻ ഉള്ളവരാണ് എങ്കിൽ നമ്മുടെ CCയിലേക്ക് എത്രയും വേഗം ജോയിൻ ചെയ്തോളൂ. നിങ്ങൾക്ക് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും എഴുതിയിട്ടും പാസ്സാകാത്തത് എന്നൊക്കെയാണ് എങ്കിൽ നിങ്ങൾ ഇവിടെ വെച്ചിട്ട് ഇത്തവണയും കേട്ടിട്ട് കിട്ടിയില്ല എങ്കിൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നിർത്തരുത്. ചിലപ്പോൾ നിങ്ങളുടെ 1 or 2 മാർക്കിനൊക്കെ ആയിരിക്കാം പോകുന്നത്. അതെവിടെയാണ് പോകുന്നത് എന്നും എന്തുകൊണ്ടാണ് പോകുന്നത് എന്നും ഒക്കെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു മെന്ററിന്റെ സപ്പോർട്ടോട് കൂടി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്താൽ. പിന്നെ നമുക്ക് പറയാനുള്ളത്, കേട്ടറ്റ് 3 and 4 വേണ്ടി നമ്മളൊരു ഫ്രീ വെബിനാർ അറേഞ്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കേട്ടറ്റിനോടനുബന്ധിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ആദ്യമായിട്ട് കേട്ടറ്റ് എഴുതാൻ പോകുന്നവരാണ് എങ്കിൽ ഏതൊക്കെ ഭാഗത്ത് നിന്ന് പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം. ഇപ്പോൾ പുതിയതായിട്ട് എക്സാം ടഫ് ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഏതൊക്കെ പുതിയ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയായി എന്നൊക്കെ കുറിച്ച് ഡൗട്ട് ഉണ്ടാകും അല്ലെ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയും അതുപോലെ ഇത്രയും എഴുതിയിട്ടും കിട്ടാത്തവർക്ക് വേണ്ടിയും ഒക്കെ ആയിട്ട് നമ്മളൊരു വെബിനാർ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ താഴെ നമ്മളൊരു ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ഫോം ഒന്ന് ഫിൽ ചെയ്തിട്ടാൽ നിങ്ങൾക്ക് ആ വെബിനാറിൽ ജോയിൻ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ 3 and 4 കേട്ടറ്റ് അറബിക്കിന്റെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.